മാസ്റ്റർ കെ അക്കാഡമിയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പൗൾട്രി മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. പൗൾട്രി മാനേജ്മെൻറ്റിൽ ലെയർ മാനേജ്മെൻറ്റ്, ബ്രോയിലർ മാനേജ്മെൻറ്റ്, ബ്രീഡർ മാനേജ്മെൻറ്റ്, ഇത് മൂന്നുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, നമ്മൾ ബ്രൂഡിങ്ങിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രൂഡിങ്, പിന്നെ നമ്മൾ ഇപ്പം ലെയേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ഗ്രോവർ സ്റ്റേജ്, ദെൻ ലെയർ സ്റ്റേജ്, അങ്ങനെ 3 സ്റ്റേജ് ആയിട്ട് നമ്മളതിൻ്റെ ഗ്രോത്ത് ഫേസസിനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആദ്യത്തെ ചോദ്യം, ടു മെഷർ ബ്രൂഡിംഗ് ടെമ്പറേച്ചർ ആക്യുറേറ്റ്ലി ദ തെർമോമീറ്റർ ഷുഡ് ബി പ്ലേസ്ഡ്. ഒരു ബ്രൂഡർ ഷെഡിൽ ബ്രൂഡിംഗ് ടെമ്പറേച്ചർ കറക്റ്റായിട്ട്, ആ ബേർഡ്സിന് കിട്ടുന്ന ബ്രൂഡിംഗ് ടെമ്പറേച്ചർ കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ നമ്മൾ എത്ര ഹൈറ്റിലാണ് തെർമോമീറ്റർ വെക്കേണ്ടത്, ഏത് പ്ലേസിലാണ്, എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. സോ ഓപ്ഷൻസിലേക്ക് പോകുമ്പം റൂഫിൽ വെച്ചാൽ നമുക്ക് ബ്രൂഡർ റൂമിൻ്റെ മാത്രമേ കിട്ടുന്നുള്ളൂ. സോ ഓപ്ഷൻ എ അല്ല. 2 സെൻറ്റിമീറ്റർ എബവ് ദ ഫ്ലോർ എന്ന് പറയുമ്പോൾ ബേർഡ് നിൽക്കുന്ന ഹൈറ്റ് പോലും ആയിട്ടില്ല. സോ ദാറ്റ്സ് റോങ്. ആൻഡ് ബ്രൂഡറിൻ്റെ പുറത്ത് വെച്ചിട്ടും കാര്യമില്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി, അറ്റ് ദ ചിക്ക് ലെവൽ 5 സെൻറ്റിമീറ്റർ എബവ് ദ ഫ്ലോർ. അതായത് ചിക്കിന് എത്ര ഫീൽ ചെയ്യുന്നു എന്നുള്ളത് വേണം നമ്മൾ മെഷർ ചെയ്യാനായിട്ട്. അതുപോലെ 5 സെൻറ്റിമീറ്റർ എബവ് ദ ഫ്ലോർ ഓർ 2 ഇഞ്ചസ്. അപ്പോൾ 2 ഇഞ്ചസിലും വേണമെങ്കിൽ ചോദിക്കാം, സെൻറ്റിമീറ്ററിലും ചോദിക്കാം. നിങ്ങൾ ഇതിലെ മെഷേഴ്സൊക്കെ പഠിക്കുന്ന സമയത്ത് സെൻറ്റിമീറ്റർ, ഇഞ്ചസ്, അതുപോലെ തന്നെ മീറ്റർ ആൻഡ് ഫീറ്റ്, ഇതിൻ്റെ കൺവേർഷൻ എത്രയാണെന്ന് പഠിച്ചിരിക്കുക. 1 ഇഞ്ച് ഇസ് ഈക്വൽ ടു 2.5 സെൻറ്റിമീറ്റർ. അതുകൊണ്ടാണ് 2 ഇഞ്ചസ് എന്നും പറയുന്നത്. സോ അത് ബേർഡ് എത്ര ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ആക്ച്വൽ റിഫ്ലക്ഷൻ നമുക്ക് ഈ ഒരു ലെവലിൽ തെർമോമീറ്റർ വെക്കുമ്പോഴാണ് കിട്ടുന്നത്. അടുത്ത ചോദ്യം, ഫോർ ദ ഫസ്റ്റ് 2 weeks ഹൗ മെനി ചിക്ക് വാട്ടേഴ്സ് ഷുഡ് പ്രൊവൈഡഡ് പെർ 100 ചിക്സ്. 100 ചിക്സിന് എത്ര വാട്ടറാണ് നമ്മൾ ആദ്യത്തെ 2 ആഴ്ച പ്രൊവൈഡ് ചെയ്യേണ്ടത്? സോ ഇത് ആൻസർ ഇസ് 3. ഫസ്റ്റ് 2 വീക്സിൽ 3 വാട്ടേഴ്സ് മതി. കൂടുതൽ ഈ നമ്പർ ഓഫ് വാട്ടർ ആൻഡ് ഫീഡേഴ്സ് ഒക്കെ നമ്മൾ ന്യൂട്രീഷൻ പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇതിൽ ബ്രൂഡിംഗ് എന്നുള്ളത് കൊണ്ട് അത് കവർ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം, വെൻ ഷുഡ് ഫീഡ് ബി പ്രൊവൈഡഡ് ടു ചിക്സ് ആഫ്റ്റർ ബീങ് പ്ലേസ്ഡ് ഇൻ ദ ബ്രൂഡർ. ബ്രൂഡറിലേക്ക് ഹാച്ച് ഔട്ട് ആയിട്ടുള്ള ചിക്സിനെ മാറ്റിയതിന് ശേഷം എത്ര സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫീഡ് കൊടുക്കേണ്ടത്? സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പ്ലേസ്മെൻറ്റ്, അത് തെറ്റാണ്. നമ്മൾ ബ്രൂഡറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ബേർഡിന് ആദ്യം തന്നെ നമ്മൾ വെള്ളം കൊടുക്കണം. അപ്പോൾ വെള്ളം മുന്നേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. പക്ഷെ ഫീഡ് നമ്മൾ കൊടുക്കുന്നത് ആഫ്റ്റർ 2 hours ആണ്. ദ ആൻസർ ഇസ് ആഫ്റ്റർ 2 hours. ഇത് എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ആ ഒരു ഏരിയ ആയിട്ടും ബ്രൂഡറിൻ്റെ ചുറ്റുമുള്ള ഒരു മൈക്രോ ക്ലൈമറ്റുമായിട്ടൊക്കെ ഒന്ന് അഡാപ്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഹാച്ച് ചെയ്തിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന ബേർഡ്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സ്ട്രെസ്സ് മാറാനും, പിന്നെ വെള്ളമൊക്കെ കുടിച്ച് അവരുടെ ഹൈഡ്രേഷൻ ലെവലൊക്കെ നോർമലാക്കി നിർത്താനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈം കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ബേർഡും ഓരോ ടൈമിലായിരിക്കും അഡാപ്റ്റ് ചെയ്യുന്നത്. ചില ബേർഡ്സ് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും. അപ്പം ഓരോ ടൈമിലാണ് ഫീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു യൂണിഫോം ഫീഡിങ് ബിഹേവിയർ അവർക്ക് ഉണ്ടാവില്ല. പക്ഷെ ഒരു പെർട്ടിക്കുലർ ടൈമിന് ശേഷം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ we can establish a uniform feeding behavior. അടുത്ത ചോദ്യം, how should the first feed to be offered to chicks in the brooder? അപ്പോൾ ആദ്യം ബ്രൂഡറിൽ എത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫീഡ് കൊടുക്കേണ്ടത്? അതായത് ഫീഡറിലാണോ അല്ലെങ്കിൽ ഹാങ്ങിങ് റൗണ്ട്, അങ്ങനെ ഓപ്ഷൻസ് കാണാമല്ലോ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, സ്പ്രിങ്കിൾഡ് ഓൺ ദ ന്യൂസ് പേപ്പർ ഇൻസൈഡ് ദ ചിക്ക് ഗാർഡ്. നമുക്കറിയാം ഈ ചിക്ക് ഗാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രൂഡിംഗ് സെറ്റപ്പിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ചിക്ക് ഗാർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലോഷർ നമ്മൾ കൊടുക്കുകയാണ് ബേർഡ്സ് പുറത്തേക്ക് പോവാതിരിക്കാൻ. അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഹീറ്റ് സോഴ്സ്, ഹോവറോ കാനോപ്പിയോ എന്താണോ ഹീറ്റ് സോഴ്സ്, അത് റിഫ്ലക്ടർ വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ ചിക്ക് ഗാർഡിൻ്റെ ഉള്ളിൽ നമ്മൾ ന്യൂസ് പേപ്പർ സ്പ്രെഡ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ഇനീഷ്യലി ഒരു 2 days ഒക്കെ ഫീഡ് കൊടുക്കുന്നത്. ബിക്കോസ് ഇറ്റ് എൻകറേജ് ദ പെക്കിംഗ് ബിഹേവിയർ. അതിനിങ്ങനെ കഴിക്കാനുള്ള അതുപോലെ ഫീഡ് ഡിസ്കവർ ചെയ്യാനൊക്കെയുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ആദ്യത്തെ ദിവസം. അത് കഴിഞ്ഞ് നമുക്ക് ട്രേ ഫീഡേഴ്സിലേക്കൊക്കെ മാറ്റാം.
പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിന് ഡെപ്ത് കുറവായിരിക്കണം. വളരെ ഷാലോ ആയിട്ടുള്ള ഡ്രൈ ഫീഡേഴ്സൊക്കെ ആവാം നമുക്ക് അതിനുശേഷം ഉപയോഗിക്കാൻ പറ്റുന്നത്. അടുത്ത ചോദ്യം, ആഫ്റ്റർ ബ്രൂഡർ റിമൂവൽ ഹൗ ഷുഡ് ഫീഡേഴ്സ് ബി അറേഞ്ച്ഡ് ഇൻ റിലേഷൻ ടു നാച്ചുറൽ ലൈറ്റ്? നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ, വിൻ്ററിലാണെങ്കിൽ കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടാണ് നമ്മൾ ബ്രൂഡർ ഗാർഡ് മാറ്റുന്നത്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ നമ്മുടെ ലൈറ്റ് സോഴ്സ് ഒക്കെ മാറ്റുന്നത്. സമ്മറിലാണെങ്കിൽ കുറച്ച് നേരത്തെയാണ്. അപ്പം ആ ഒരു സെറ്റപ്പ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫീഡേഴ്സ് അറേഞ്ച് ചെയ്യേണ്ടത്? സോ ലൈറ്റിനനുസരിച്ച് എങ്ങനെയാണ് ഫീഡേഴ്സ് അറേഞ്ച് ചെയ്യേണ്ടത്? നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഡയറക്റ്റ്ലി ഞാൻ ആൻസറിലേക്ക് പോവാണ്. ഓപ്ഷൻ ഡി, പാരലൽ ടു ദി ഡിറക്ഷൻ ഓഫ് ലൈറ്റ്. എന്തുകൊണ്ടാണ്? നമ്മൾ ബ്രൂഡർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് എൻ്റർ ചെയ്യുന്ന ഡയറക്ഷൻ നോക്കണം. അപ്പോൾ ഒരു ഷാഡോ ഇപ്പം നമ്മളിങ്ങനെ ലൈറ്റിൻ്റെ റേസിന് പാരലായിട്ട് പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഷാഡോസ് ഇല്ലാതെ, ഒരു ഷാഡോസ് ഉണ്ടാവാതെ, ഫീഡിങ് ഏരിയയിൽ ഷാഡോസ് ഇല്ലാതെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. സോ ഒരു ഷാഡോ ഉണ്ടായിക്കഴിഞ്ഞാൽ ബേർഡിന് അതൊരു ഡാർക്ക് ഏരിയ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതൊരു സേഫ് ആയിട്ട് അതിന് തോന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പാരലലി ലൈറ്റ് റേസിൽ വെച്ച് വെക്കുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് വിസിബിൾ ആവുകയും നല്ല രീതിയിൽ ഫീഡ് കൺസ്യൂം ചെയ്യാൻ പറ്റുകയും ചെയ്യും. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഐഡിയൽ ലൈറ്റിംഗ് ഷെഡ്യൂൾ ഫോർ ബ്രോയിലർ ചിക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം തേർഡ് ഡേ ഓഫ് ഏജ്? അപ്പോൾ തേർഡ് ഡേ ഓഫ് ഏജ് തൊട്ട് നമ്മൾ ലൈറ്റിംഗ് ഷെഡ്യൂൾ മാറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ ആദ്യത്തെ 2 ഡേയ്സിൽ ഒരു 24 to 48 hours നമ്മൾ കണ്ടിന്യൂസ് ലൈറ്റ് കൊടുക്കും. കാരണം അവർക്ക് ബോഡി ടെമ്പറേച്ചർ തെർമോ റെഗുലേഷനൊക്കെ അഡ്ജസ്റ്റ് ആയി വരാനുള്ളൊരു ടൈം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ഇൻറ്റൻസ് കൊടുക്കുന്ന ഡ്യൂറേഷനിലൊക്കെ ചേഞ്ചസ് വരുത്തും. സോ ഇവിടെ നമുക്ക് ആൻസർ ഇസ് ഓപ്ഷൻ സി, 23 hours ലൈറ്റ് ആൻഡ് 1 hour ഡാർക്ക്നെസ്. അതാണ് ആൻസർ വരുന്നത്. So this is answer. After 48 hours of continuous lighting, we can maintain a ratio of 23L:1D lighting schedule. അപ്പോൾ ലൈറ്റിംഗ് ഷെഡ്യൂളിനെ നമ്മൾ ഇങ്ങനെയാണ് സൂചിപ്പിക്കാറ്: 23 hours of light and 1 hour of darkness. അപ്പോൾ ആദ്യം നമ്മളൊരു അരമണിക്കൂറൊക്കെ ലൈറ്റ് ഓഫ് ചെയ്ത് അവരെ അതിനോട് അഡാപ്റ്റ് ചെയ്യിക്കും ബേർഡ്സിനെ. പിന്നെയാണ് ഈ 1 hour ഷെഡ്യൂളിലേക്ക് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ ദ 1 hour ഡാർക്ക്നെസ് അവരുടെ ഈ ബിഹേവിയർ അഡാപ്റ്റേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന പവർ കട്ട്സിലൊക്കെ അവരുടെ സ്ട്രെസ് ഇല്ലാതെ അവർക്കത് മാനേജ് ചെയ്യാനും ഒരു പാനിക് ഇല്ലാതിരിക്കാനും സഹായിക്കും. അടുത്ത ചോദ്യം, ഫോർ ഹൗ ലോങ് ഷുഡ് കണ്ടിന്യൂസ് ബ്രൈറ്റ് ലൈറ്റ് ബി പ്രൊവൈഡഡ് ടു ചിക്ക് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പ്ലേസ്മെന്റ് ഇൻ ദ ബ്രൂഡർ? നമ്മൾ കുറച്ച് മുന്നേ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് 48 hours നമ്മൾ കണ്ടിന്യൂസ് ലൈറ്റ് കൊടുക്കുമെന്നുള്ളത്. സോ അവർക്ക് ഫീഡേഴ്സും ഡ്രിങ്കേഴ്സും ഒക്കെ ആയിട്ട് കുറച്ചും കൂടി ഫെമിലിയർ ആവാനും അതുപോലെ അവരുടെ ഫീഡിങ് ഏരിയ എല്ലാം ഒന്ന് പഠിക്കാനുമായിട്ട് ഈ ഒരു 48 hours അവരെ ഹെൽപ്പ് ചെയ്യും. അടുത്ത ചോദ്യം, അറ്റ് വാട്ട് സ്റ്റേജ് ഷുഡ് പുള്ളറ്റ്സ് ബി ഷിഫ്റ്റഡ് ഫ്രം ഗ്രോവർ ഫീഡ് ടു ലെയർ ഫീഡ്? അപ്പം ഏത് സ്റ്റേജിലാണ്, ഏജ് അല്ല സ്റ്റേജ് ആണ് ചോദിച്ചത്. സോ ഗ്രോവർ ഏജ് നമ്മൾ ലെയറിൻ്റെ 4 ഫേസസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? DAS സ്പെസിഫിക്കേഷൻ പ്രകാരം 4 ഫേസസ് ആണുള്ളത്: ചിക്ക്, ഗ്രോവർ, ലെയർ ഫേസ് 1 ആൻഡ് ലെയർ ഫേസ് 2. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഏജ് ആയിരിക്കും നമ്മൾ ഇതിൽ ആൻസർ ചെയ്യാൻ കൂടുതൽ സാധ്യത. പക്ഷേ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ദാറ്റ് മീൻസ് ഒരു ഗ്രോവർ സ്റ്റേജിലുള്ള ബേർഡ്സ്, ആ ഫ്ലോക്ക് 5% എഗ് പ്രൊഡക്ഷൻ എങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ അവരെ ലെയർ ഫീഡിലേക്ക് മാറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള ഒരു ഓപ്ഷൻ ബി ആണ്. കാരണം 18 weeks ഒക്കെ കഴിയുമ്പോഴത്തേനും ഗ്രോവർ സ്റ്റേജിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ്. അപ്പം നമുക്ക് മാറ്റാം. പക്ഷെ അത് എല്ലാ കേസിലും അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കോമൺലി ഫോളോ ചെയ്യുന്നത് വെൻ ദ ഫ്ലോക്ക് അറ്റൈൻ 5% എഗ് പ്രൊഡക്ഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ത്രഷോൾഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 5% എഗ് പ്രൊഡക്ഷൻ ഈസ് കൺസിഡേർഡ് as the optimal threshold for transitioning pullet to layer feed. ആ ഒരു ട്രാൻസിഷൻ ടൈം നടക്കുന്ന ഒരു ത്രഷോൾഡ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് അസസ് ചെയ്യുന്നത്. സോ അതിന് മുന്നേ നമ്മൾ ഈ ഫീഡിങ് ടു ഏർലി ലെയർ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ ലേയിങ് സ്റ്റാർട്ട് ചെയ്യും. പെട്ടെന്ന് ലേയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും അവർക്ക് ലേയിങ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, എഗ്ഗിൽ
ഷെല്ലൊക്കെ ഫോം ചെയ്യാനുള്ളത്. അപ്പോൾ അത്രയും കാൽഷ്യത്തിൻ്റെ റിക്വയർമെൻ്റ് ഒക്കെ അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ കിഡ്നി ഡാമേജ് സംഭവിക്കാനും അതുപോലെ തന്നെ ഫീഡ് എഫിഷ്യൻസി നന്നാവാതിരിക്കുക, കാൽഷ്യം ഇൻടേക്ക് എക്സസ് ആയിട്ട് ഒരു നല്ലൊരു ഫീഡ് എഫിഷ്യൻസി ഇല്ലാതിരിക്കുക. കാരണം ആ ഒരു ഏജിൽ വേണ്ടതല്ലല്ലോ നമ്മൾ കൊടുക്കുന്നത്. ഗ്രോവറിന് വേണ്ട കാൽഷ്യം 1% ആണ്, പക്ഷെ ലെയറിലേക്ക് വരുമ്പോൾ അത് 3% ആണ്. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു ഷിഫ്റ്റ് ടു ഏർലി നമ്മൾ അങ്ങനെ ഒരു ഷിഫ്റ്റ് നടത്തി കഴിഞ്ഞാൽ കിഡ്നിക്ക് അത് ഓവർലോഡ് ആവാം, അതുപോലെ തന്നെ കാൽഷ്യം ഇൻടേക്ക് കൂടിയിട്ട് ഫീഡ് എഫിഷ്യൻസിനെ ബാധിക്കാം. സോ ദിസ് ഇസ് ദ ആൻസർ. അടുത്ത ചോദ്യം, ഇൻ കേസ് ഓഫ് കൊമേഴ്ഷ്യൽ ലെയർ ബേർഡ്സ് ദ അപ്രോക്സിമേറ്റ് ഡെയിലി ഫീഡ് റിക്വയർമെന്റ് പെർ ബേർഡ്. ഒരു അഡൾട്ട് കൊമേഴ്ഷ്യൽ ലെയർ ബേർഡിന്, അതായത് മുട്ടയിട്ട് ഒരു 22 വീക്സ് ഒക്കെ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരു ലെയർ ബേർഡിന് എത്ര ഫീഡാണ് വേണ്ടത്, ഒരു ദിവസം എത്ര ഫീഡ് കഴിക്കുമെന്നാണ് ചോദ്യം. സോ ദ ആൻസർ ഇസ് 110 to 115 gram. ഇതാണ് ആക്ച്വൽ ഈ ഒരു ഏജിൽ അവർ കഴിക്കുന്നത്. ആൻഡ് അതിൻ്റെ ബാലൻസ്, ഈ എനർജി വാല്യൂസ് ഒരു റേഞ്ച് ആണ്, കാരണം phase 1 phase 2 ഉള്ളത് കൊണ്ട്. പക്ഷെ നിങ്ങൾ പഠിക്കേണ്ടത് BIS 2007 പ്രകാരമുള്ള എനർജി ആൻഡ് പ്രോട്ടീൻ റിക്വയർമെൻറ്റ്സ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ടേബിളാണ് നിങ്ങൾ അതിനായിട്ട് റെഫർ ചെയ്യേണ്ടത്. ഇത് ഞാൻ ഒരു റേഞ്ച് മനസ്സിലാക്കാനായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ ഒരു റേഞ്ചിലാണ് പ്രോട്ടീൻ കൺസപ്ഷനും എനർജിയും കാൽഷ്യം ഒക്കെ വരുന്നത്. സോ ഈ ഒരു സമയത്ത് അവരുടെ ഫീഡിങ് ഇൻടേക്ക് കുറയുവാണെങ്കിൽ അവരുടെ എഗ് പ്രൊഡക്ഷൻ കുറയും, അതുപോലെ ഷെല്ലിൻ്റെ ക്വാളിറ്റി കുറയും. പെട്ടെന്ന് ഒരുപാട് കഴിക്കുകയാണെങ്കിലോ അവർ ഓവർ വെയിറ്റ് ആവുകയും അത് എഗ് പ്രൊഡക്ഷനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ആവറേജ് ബോഡി ടെമ്പറേച്ചർ ഓഫ് എ ന്യൂലി ഹാച്ച്ഡ് ചിക്ക് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഇറ്റ്സ് വൾണറബിലിറ്റി ടു ഹീറ്റ് ലോസ്? താഴെ പറഞ്ഞവയിൽ ഏതാണ് ഒരു ന്യൂലി ഹാച്ച്ഡ് ചിക്കിൻ്റെ ബോഡി വെയിറ്റ് എന്നാണ് ചോദ്യം. നമുക്കറിയാം യൂഷ്വലി തന്നെ ബേർഡ്സിന് ബോഡി ടെമ്പറേച്ചർ കൂടുതലാണ്. അതിൽ തന്നെ ചിക്ക് സ്റ്റേജിലാണ് അവരുടെ ടെമ്പറേച്ചർ വളരെ കൂടുതൽ, കാരണം അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റി വളരെ കൂടുതലാണ് ആ സമയത്ത്. സോ ദ ആൻസർ ഇസ് 41.7, which is relatively higher than the adult birds. സോ ഈ ഒരു ടെമ്പറേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവർ നമ്മുടെ നോർമൽ എയർ ടെമ്പറേച്ചറിലേക്ക് വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഹീറ്റ് ലോസ് സംഭവിക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിത്തിൻ അവേഴ്സ് നമ്മളിവരെ ബ്രൂഡിംഗ് സെറ്റപ്പിലേക്ക് മാറ്റുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് തെർമോ റെഗുലേഷൻ ഇൻ ന്യൂലി ഹാച്ച്ഡ് ചിക്സ്? സോ ഒരു ന്യൂലി ഹാച്ച് ചെയ്ത ചിക്കിൻ്റെ തെർമോ റെഗുലേഷൻ ബേസ് ചെയ്തിട്ട് താഴെ പറഞ്ഞവയിൽ ഏതാണ് കറക്റ്റ്? ഹൈപ്പോതലാമസ് ഫുള്ളി മെച്ചുവർ അല്ല, ഹൈപ്പോതലാമസ് ഹാച്ചിങ്ങിൻ്റെ സമയത്ത് ഫുള്ളി മെച്ചുവർഡ് അല്ല. ദർ ഹോമിയോതെർമിക് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഹാച്ചിങ് അല്ല. ദ ഷിഫ്റ്റ് ഫ്രം പോയിക്ലോതെർമി ടു ഹോമിയോതെർമി ജസ്റ്റ് ബിഫോർ ഹാച്ചിങ്. ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. കാരണം അതിന് മുന്നേ വരെയും അവർക്ക് ഇവിടെ തെർമോ റെഗുലേഷൻ വരുന്നില്ല. അവർ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലാണ്. അപ്പം ലേ ചെയ്ത് ഒരു 18 ഡേ വരെയും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ഒരു 19th or 21st ഡേ, ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് ഓഫ് അവരുടെ ഇൻക്യുബേഷൻ പീരീഡ് ആകുമ്പോഴത്തേനും അവർ പോയിക്ലോതെർമിയിൽ നിന്നും ഹോമിയോതെർമിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് ഓപ്ഷൻ ഡി എന്നാണ്, പൗൾട്ട് ഹാവ് സ്ട്രോങ്ങർ തെർമോ റെഗുലേഷൻ എബിലിറ്റി ദാൻ ചിക്സ്. ഇതും റോങ് ആണ്. പൗൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, യങ് വൺ ഓഫ് ടർക്കി ആണ് നമ്മൾ പൗൾട്ട് എന്ന് പറയുന്നത്. സോ ടർക്കിക്ക് കുറച്ചും കൂടെ ശ്രദ്ധ ആവശ്യമുണ്ട് ബ്രൂഡിംഗ് സ്റ്റേജിൽ. അവർക്ക് അത്ര ഒരു നല്ല തെർമോ റെഗുലേറ്ററി ഫങ്ഷൻ ഇല്ല. സോ ദേ ആർ മോർ വൾണറബിൾ. പൗൾസ് ഓർ ടർക്കി ചിക്സ് ആർ മോർ വൾണറബിൾ ടു ദ heat stress or heat loss problem during the initial period. So answer is option C. അടുത്ത ചോദ്യം, how much liter material is required per square meter in a brooding house? ഒരു ബ്രൂഡിംഗ് ഹൗസിൽ പെർ സ്ക്വയർ മീറ്റർ എത്ര ലിറ്റർ മെറ്റീരിയൽ വേണം? സോ ദിസ് ഇസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ ഇസ് 10 kg. കാരണം ബ്രൂഡിംഗ് ഹൗസിൽ വളരെ കട്ടി കുറഞ്ഞാണ് നമ്മൾ ലിറ്റർ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാടായി കഴിഞ്ഞാലും അവർക്ക് പ്രശ്നമാണ്, വളരെ കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. ദിസ് ഇസ് ദ ആൻസർ. അടുത്ത ചോദ്യം,
Which of the following is used as a litter amendment to prevent E. coli infection? താഴെ പറയുന്നവയിൽ ലിറ്റർ അമെൻമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് കോമ്പൗണ്ടാണ്? So the answer is wood ash and superphosphate. So ഈ സൂപ്പർ ഫോസ്ഫേറ്റ് നമ്മൾ ലിറ്ററിൽ ഈ സൂപ്പർ ഫോസ്ഫേറ്റ് ആണെങ്കിലും വുഡ് ആഷ് ആണെങ്കിലും നമ്മൾ ലിറ്ററിൽ സ്പ്രെഡ് ചെയ്യുന്നത് 10 മീറ്റർ സ്ക്വയറിന് 5 കിലോ എന്നുള്ള ഒരു റേറ്റിലാണ്. 5 കിലോഗ്രാം പെർ 10 മീറ്റർ സ്ക്വയർ. റെഡ്യൂസ് ദ പി എച്ച്, ലിറ്ററിന്റെ പി എച്ച് കുറയ്ക്കുകയും അതുപോലെ തന്നെ ഈ ബാക്ടീരിയൽ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ അത് കൂടാതെ നമുക്ക് ഡ്രൈ ലൈം യൂസ് ചെയ്യാം. അത് നമ്മൾ യൂസ് ചെയ്യുന്ന റേറ്റ് 10 kg പെർ 10 മീറ്റർ ക്യൂബ് റേറ്റിലാണ്. പക്ഷെ ലൈം യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് എമൗണ്ടിലല്ല അത് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് അമോണിയ അക്യുമുലേഷന് കാരണമാകുന്നു. അടുത്ത ചോദ്യം, when should brooders ideally be switched on before the arrival of chicks? സാധാരണ നമ്മൾ ചിക്സിനെ ബ്രൂഡർ ഷെഡിലേക്ക് മാറ്റുന്നതിന് മുന്നേ തന്നെ, കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ നമ്മൾ ഷെഡൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിരിക്കും. ലൈറ്റൊക്കെ ഓൺ ചെയ്ത് അവിടുത്തെ ഒരു ടെമ്പറേച്ചർ ഇവർക്ക് വേണ്ട ഒരു ടെമ്പറേച്ചറിലേക്ക് നമ്മൾ എത്തിക്കാനായിട്ട് ഒരു സ്വിച്ചൊക്കെ ഓൺ ചെയ്തിരിക്കും. സോ ദ ആൻസർ ഇസ് 6 to 8 hours ബിഫോർ. സോ ഈ അഡ്വാൻസ് വാർമിങ് അവരുടെ മൈക്രോ ക്ലൈമറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യും. മൈക്രോ ക്ലൈമറ്റ് എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ബേർഡിന്റെ വെരി നിയർ, ആ ഒരു ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്ങിലെ ഒരു അന്തരീക്ഷം, അതിനെയാണ് നമ്മൾ മൈക്രോ ക്ലൈമറ്റ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വെക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രീ വാർമിങ് ചെയ്യുന്നത്. ആൻസർ ഇസ് 6 to 8 hours ബിഫോർ. അടുത്ത ചോദ്യം, വാട്ട് ഷുഡ് ബി ദ ടെമ്പറേച്ചർ ഓഫ് ബ്രൂഡർ ഹൗസ് ഇൻ റിലേഷൻ ടു ദ ബ്രൂഡർ ടെമ്പറേച്ചർ? സോ ഈ ബ്രൂഡർ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഹോവറിന്റെ താഴെ ആ ബേർഡിന് ഫീൽ ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് അല്ലേ. ബ്രൂഡർ ഹൗസ് എന്ന് പറഞ്ഞാൽ ആ ഫുൾ ഹൗസിലെ ടെമ്പറേച്ചർ ആണ്. സോ ദർ വിൽ ബി ഡെഫിനറ്റ്ലി എ ചേഞ്ച് ഫ്രം ദീസ് ടു ടെമ്പറേച്ചേഴ്സ്. അപ്പോൾ ആൻസർ ഇസ് 10 degree Celsius ലോവർ ദാൻ ദ ബ്രൂഡർ ടെമ്പറേച്ചർ. സോ ഇങ്ങനെ നമ്മളൊരു അറേഞ്ച്മെന്റ് ചെയ്യുന്നത് അവർക്ക് അവരുടെ ഒരു ഏരിയ വരെയും അവർക്ക് ഒരു ഹെൽപ്പ് കിട്ടാനും ഈ ടെമ്പറേച്ചർ പ്രൊട്ടക്ഷൻ കിട്ടാനും, അത് കഴിഞ്ഞ് ഗാർഡ് മാറ്റി കഴിയുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് റെഗുലേറ്റ് ചെയ്യാനും സാധിക്കും. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് ഹൈറ്റ് ഓഫ് ദ ഹോവർ ഇൻ എ ഹോവർ ടൈപ്പ് ബ്രൂഡർ എബവ് ദ ചിക്സ്? എത്ര ഹൈറ്റിലാണ് നമ്മൾ ഈ ഹോവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ലൈറ്റ് സോഴ്സ്, ഹീറ്റിംഗ് സോഴ്സ് ആണ് അല്ലേ. അപ്പോൾ അത് എത്ര ഹൈറ്റിലാണ് ഇത് സ്ഥാപിക്കേണ്ടത്? സോ ഫ്രം ദ ഓപ്ഷൻസ് ദ ആൻസർ ഇസ് 15 to 30 സെൻറ്റിമീറ്റർ. ഇതിനെ നമ്മൾ ഈ ഹോവറിനെ നമ്മൾ കനോപ്പി എന്നും പറയാറുണ്ട്. സോ അതിൻ്റെ ഹൈറ്റ് വരുന്നത് 15 to 30 സെൻറ്റിമീറ്റർ ആണ്. ഇത് ഫീറ്റിലും വേണമെങ്കിൽ ചോദിക്കാം ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ 30 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 feet ആണ്. അപ്പോൾ അങ്ങനെയും ഓർത്തിരിക്കുക, 30 സെൻറ്റിമീറ്റർ ആണ് മിനിമം ഹൈറ്റ് എന്ന് ഓർത്തിരിക്കുക ഈ ഒരു ഹോവർ പ്ലേസ് ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ ആദ്യത്തെ വീക്കിലാണ് ഈ ഒരു പിന്നെ ഓരോ ടൈം കഴിയുമ്പോഴും ഇവരുടെ ഓരോ വീക്ക് കഴിയുമ്പോഴും നമ്മൾ ഈ ഒരു ഹോവറിൻ്റെ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഇൻക്രീസ് ചെയ്യും, കൂട്ടി ഒരു ഓവർ ഹീറ്റിംഗ് ഇല്ലാതെ അവരുടെ ഓരോ വീക്ക് കഴിയുമ്പോഴും ഇവർക്ക് വേണ്ട ടെമ്പറേച്ചർ മാറുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവരുടെ ടെമ്പറേച്ചർ കറക്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, അപ്രോക്സിമേറ്റ്ലി ഹൗ മെനി ചിക്സ് ക്യാൻ ബി അക്കോമഡേറ്റഡ് അണ്ടർ എ 90 സെൻറ്റിമീറ്റർ canopy with the brooder guard arranged 60 to 75 centimeter away from the canopy edge? 90 സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള ഒരു കനോപ്പി ആൻഡ് ദ ബ്രൂഡർ ഗാർഡ് ഒരു 60 to 75 സെൻറ്റിമീറ്റർ എവേ ആണ് കനോപ്പിയുടെ എഡ്ജിൽ നിന്നും വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നമുക്ക് എത്ര ചിക്സിനെ ഈ ഒരു കണ്ടീഷനിൽ ആ ഒരു ഗാർഡിനുള്ളിൽ ആ ഒരു ബ്രൂഡിംഗ് സെറ്റപ്പിൽ ഇടാനാകും എന്നാണ് ചോദ്യം. ആൻസർ ഇസ് 250 ചിക്സ്.
അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കനോപ്പി ആൻഡ് ദ ബ്രൂഡർ ഗാർഡ് ആസ് ചിക്ക് ഗ്രൂ? അതായത് നമ്മുടെ ഗാർഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കണം ആസ് ദ chicks grow from the first week? So the answer is option C, 150 centimeter. We can say it's 1.5 meter. So that is the maximum recommended distance between the canopy and the edge of the and the brooder guard. അടുത്ത ചോദ്യം, when is it generally acceptable to remove the brooder guard during chick rearing? അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്രൂഡർ ഗാർഡ് മാറ്റും. ആ ഒരു സമയം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂഷ്വലി നമ്മൾ 7 ഡേയ്സിലാണ് ആ ബ്രൂഡർ ഗാർഡ് ചേഞ്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മൊബിലിറ്റി കൂട്ടാം, മൂവ്മെൻറ്റ്സ് കൂട്ടാം, ആ ഒരു പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റ് മാറുകയാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി, ആഫ്റ്റർ 7 days. സോ ബൈ ദ എൻഡ് ഓഫ് 7 days ചിക്സ് ആർ യൂഷ്വലി കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും. അവരുടെ എൻവയോൺമെൻറ്റുമായിട്ടൊക്കെ നന്നായിട്ട് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ഇങ്ങനൊരു കൺഫൈൻമെൻറ്റിൻ്റെ ആവശ്യമില്ല. അവർ കുറച്ചും കൂടെ മൂവ് ചെയ്യാനും അവരുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് റെഗുലേറ്റ് ചെയ്യാനും അവർക്ക് സാധിക്കും. അടുത്ത ചോദ്യം, ടു റെഡ്യൂസ് വാട്ടർ സ്പില്ലേജ് ആൻഡ് എൻഷുവർ ഒപ്റ്റിമൽ ഡ്രിങ്കിങ് കംഫർട്ട് ഇൻ ബ്രൂഡിംഗ് ചിക്സ്, ഹൗ ഷുഡ് ദ ഹൈറ്റ് ഓഫ് വാട്ടർ ബി പൊസിഷൻഡ് ഇൻ റിലേഷൻ ടു ചിക്ക് ബോഡി? നമ്മൾ ബ്രൂഡർ ഗാർഡിൻ്റെ അല്ലെങ്കിൽ ഈ ബ്രൂഡിംഗ് സെറ്റപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ വാട്ടർ പ്ലേസ് ചെയ്യുമ്പം എങ്ങനെയാണ് ഒരു കംഫർട്ടബിൾ ഒപ്റ്റിമൽ ഡ്രിങ്കിങ് കംഫർട്ടിന് നമ്മൾ എങ്ങനെയാണ് ഈ വാട്ടർ അറേഞ്ച് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എപ്പോഴും ഓർക്കുക, അത് സ്പില്ലേജ് തടയണം അല്ലേ, അവിടെ ലിറ്റർ നനയാൻ പാടില്ല. അപ്പം നമ്മൾ എപ്പോഴും ഒരു ഹൈറ്റിൽ വേണം അത് വെക്കാനായിട്ട്. സോ ദ ആൻസർ ഓഫ് ഓപ്ഷൻ സി, 2.5 centimeter എബവ് ദ ചിക്ക് ബാക്ക് ഹൈറ്റ്. അപ്പോൾ ചിക്കിൻ്റെ ബാക്ക് ഹൈറ്റ് അവിടെ നിന്നൊരു 5 centimeter, അതാണ് വാട്ടർ വെക്കാനുള്ള ലെവൽ കംഫർട്ട് ഡ്രിങ്കിങ്ങിനായിട്ട് പറയുന്നത്. സോ അവർ ഡ്രിങ്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് അവരുടെ നെക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പിന്നെ വെള്ളത്തിലേക്ക് സ്റ്റെപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും പ്ലേഫുള്ളായിട്ട് യൂസ് ചെയ്യാനോ പറ്റില്ല. അതുവഴി നമുക്ക് വെറ്റ് ലിറ്റർ തടയാൻ സാധിക്കും. വെറ്റ് ലിറ്റർ വഴി ഉണ്ടാകുന്ന മറ്റ് അസുഖങ്ങൾ, കോക്സിഡിയോസിസ് പോലുള്ള അസുഖങ്ങളും തടയാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് ലൈറ്റ് ഇൻറ്റൻസിറ്റി ഡ്യൂറിങ് ദ ഫസ്റ്റ് 48 hours ഓഫ് ബ്രൂഡിംഗ് ഇൻ ചിക്സ്? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 37.66 lux ഇതാണ് ഈ ഒരു ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണ് ആദ്യത്തെ 48 hours നമ്മൾ കൊടുക്കേണ്ടത്. സോ ഈ 37.66 lux ഇസ് ഈക്വലൻ ടു 3.5 foot candles. ഇതും ഒരു ലൈറ്റ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഓർത്തിരിക്കുക. ഈ ഒരു ഇലുമിനേഷൻ കൊടുക്കുമ്പം അവർ കുറച്ചും കൂടെ എല്ലാം നന്നായിട്ട് കാണാൻ പറ്റും. അതുപോലെ അവരുടെ ഫീഡിങ് ബിഹേവിയറിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കും. അത് അങ്ങനെ ഏർലി ചിക്ക് മോർട്ടാലിറ്റി ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് ആൻ ഒപ്റ്റിമം ലൈറ്റ് ഇൻറ്റൻസിറ്റി ഇൻ കേസ് ഓഫ് ഫസ്റ്റ് 48 hours. ആൻഡ് ആഫ്റ്റർ 48 hours അത് കഴിഞ്ഞിട്ടുള്ള ലൈറ്റ് ഇൻറ്റൻസിറ്റി എത്രയാണ്? What is the light intensity recommended after 48 hours of brooding? So the answer is 10.76 lux. പിന്നെ നമ്മൾ ഇൻറ്റൻസിറ്റി കുറച്ചുകൂടി കുറയ്ക്കുകയാണ്, കാരണം ബേർഡ്സ് കുറച്ചുകൂടി ഫെമിലിയർ ആയി കണ്ടീഷൻസിനോടും അവരുടെ എൻവയോൺമെൻറ്റിനോടൊക്കെ. സോ 10.76 lux എന്നാണ് പറയുന്നതാണ് 1 foot candle. സോ ആ ഒരു കൺവേർഷൻ ഓർത്തിരിക്കുക. ലൈറ്റ് ഇൻറ്റൻസിറ്റിന് ഈ 2 യൂണിറ്റിലും നമുക്ക് പറയാവുന്നതാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മാക്സിമം അക്സെപ്റ്റബിൾ മോർട്ടാലിറ്റി റേറ്റ് ഡ്യൂറിങ് ബ്രൂഡിംഗ് പീരീഡ്? ബ്രൂഡിംഗ് പീരീഡിൽ മോർട്ടാലിറ്റിക്കുള്ള സാധ്യത കൂടുതലാണ്, കാരണം വീക്കായിട്ടുള്ള ചിക്സ് അവർക്കൊരു തെർമോ റെഗുലേഷൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടക്കണം എന്നില്ല. അതുപോലെ കൂടുതൽ അവർ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളൊരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര മോർട്ടാലിറ്റിയാണ് ആദ്യത്തെ പീരീഡിൽ അക്സെപ്റ്റബിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. So up to 4% is acceptable in
A well managed brooding cage or brooding house. അടുത്ത ചോദ്യം, what is the recommended floor space per bird in square feet for a egg-type chicks reared under deep litter system from 0 to 4 weeks of age? അതായത് ആദ്യത്തെ ഒരു 1 മന്തിൽ ഏകദേശം എത്ര ഫ്ലോർ സ്പേസ് ആണ് ഒരു എഗ് ടൈപ്പ് ചിക്കിന് നമ്മൾ കൊടുക്കേണ്ടത്? അത് സ്ക്വയർ ഫീറ്റിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ആൻസർ ഇസ് 0.3 സ്ക്വയർ ഫീറ്റ് ഓർ ഫീറ്റ് സ്ക്വയർ, രണ്ടും ഒന്ന് തന്നെയാണ്. 0.3 സ്ക്വയർ ഫീറ്റ് പെർ ബേർഡ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ഡബ്ബിംഗ് ഇൻ പൗൾട്രി മാനേജ്മെന്റ്? ഡബ്ബിങ്ങിൻ്റെ പർപ്പസ് എന്താണ് പൗൾട്രിയിൽ? ഡബ്ബിംഗ് എന്ന് പറഞ്ഞ ടേം നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും അല്ലേ? ഡബ്ബിംഗ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് കോമ്പാണ് അല്ലേ? സോ റിമൂവൽ ഓഫ് കോംബ് ദാറ്റ് ഇസ് ടിപ്പിക്കലി പെർഫോംഡ് അറ്റ് ഡേയോൾഡ്. നമ്മൾ ഡേയോൾഡിലാണ് കൂടുതലായിട്ടും ചെയ്യാൻ എളുപ്പവും അതാണ്. കേർവ്ഡ് ആയിട്ടുള്ള സിസേഴ്സ് വെച്ചിട്ട് നമ്മളിതിൻ്റെ ഫ്രണ്ട് ടു ബാക്ക് കോംബ് കട്ട് ചെയ്ത് കളയാണ്. ആൻഡ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഇസ് ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യുക. ഈ എന്തെങ്കിലും മീറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ബ്രീഡിങ്ങിനൊക്കെ ഫർദർ ഏതെങ്കിലും ഒരു പർപ്പസിന് യൂസ് ചെയ്യാനുള്ളതാണെങ്കിൽ, ഇങ്ങനത്തെ പർപ്പസിന് യൂസ് ചെയ്യാനുള്ളതാണെങ്കിൽ ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല ഈ ഡബ്ബിങ് നമ്മൾ വല്ലാതെ തണുപ്പുള്ള ഏരിയാസിലൊക്കെ ആണെങ്കിൽ ഫ്രോസ്റ്റ് ബൈറ്റിന് ഏറെ സാധ്യതയുള്ള ഒരു ഏരിയയാണ് കോംബ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള കോംബ് ടിഷ്യൂസ് പെട്ടെന്ന് തന്നെ ഫ്രീസിങ് ഡാമേജ് സംഭവിക്കാം. അപ്പോൾ അങ്ങനെ കോൾഡ് ക്ലൈമറ്റിലൊന്നും അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ടും ഡബ്ബിങ് ചെയ്യാറുണ്ട്. പക്ഷേ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സിൽ, നല്ല ടെമ്പറേച്ചർ ഉള്ള ഏരിയാസിൽ ഇത് അത്ര റെക്കമെൻഡ് അല്ല. ബിക്കോസ് കോംബ് അവരുടെ തെർമോ റെഗുലേഷനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് റോള് ഉള്ളത് കൊണ്ട് തന്നെ ട്രോപ്പിക്കൽ ഏരിയാസിൽ വളരെ കോമൺ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാറില്ല. പക്ഷേ ബ്രീഡിങ് ബ്രീഡിങ് മെയിൽ ആൻഡ് ഫീമെയിൽസിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഇഞ്ചുറീസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ചെയ്യാറുണ്ട്. So the answer is to reduce the risk of comb injuries and frostbite. The answer is option C. അടുത്ത ചോദ്യം, how many growers can be accommodated in a cage of size 180 into 90 centimeter? So 180 into 90 ഡയമെൻഷനിലുള്ള ഒരു കൂട്ടിൽ എത്ര ഗ്രോവർ ബേർഡ്സിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ആൻസർ ഇസ് 50 ബേർഡ്സ്. കാരണം ഒരു ബേർഡിൻ്റെ ഈ ഒരു ടൈമിൽ കേജിലെ സ്പേസ് അലൊക്കേഷൻ എന്ന് പറയുന്നത് 325 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. സോ അത് വെച്ചിട്ടുള്ള കാൽക്കുലേഷനിൽ നമുക്ക് 50 ബേർഡ്സിനെ ഈ 180 to 90 ഒക്യുപ്പൈ ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ഇതൊരു സ്റ്റാൻഡേർഡ് സൈസാണ് കേട്ടോ. ഇത് വൃത്തിയായിട്ട് ഓർത്തിരിക്കും. ഈ ഒരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള ഗ്രോവർ ബേർഡ്സ് നമുക്ക് 50 എണ്ണം ഈ 180 into 90 ഡയമെൻഷൻ കൂടിൽ കൊള്ളിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഓർത്തിരിക്കും. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് ലൈറ്റ് ഇൻറ്റൻസിറ്റി അറ്റ് ബേർഡ് ലെവൽ ടു റെഡ്യൂസ് കെനിബാളിസം ഇൻ ഗ്രോയിങ് ബേർഡ്സ്? അപ്പോൾ കെനിബാളിസം എന്ന് പറഞ്ഞ ടേം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നമ്മൾ ഈ ബേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കൊത്തി അവരുടെ തന്നെ ഇറച്ചി കഴിക്കുന്നതിനാണ് നമ്മൾ കെനിബാളിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്ര ലൈറ്റ് ഇൻറ്റൻസിറ്റി ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് കെനിബാളിസം കുറയ്ക്കാനായിട്ട് ഗ്രോയിങ് ബേർഡ്സിൽ? സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, ലെസ് ദാൻ 0.5 ഫുഡ് ക്യാൻഡിൽസിന് ഷോർട്ട് ചെയ്തിട്ടാണ് FC എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 0.5 ഫുഡ് ക്യാൻഡിൽസ് ആണ്. അത്രയും ഒരു ലൈറ്റ് ഇൻറ്റൻസിറ്റി ഷുഡ് ബി പ്രൊവൈഡഡ്. സോ അതിൽ അത്രയെങ്കിലും ആണെങ്കിൽ കെനിബാളിസം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വല്ലാതെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ബേർഡ്സിന് പൊതുവേ ബ്രൈറ്റ് ലൈറ്റ് കൂടുതൽ കൊടുക്കുമ്പോൾ അവരുടെ ആക്ടിവിറ്റി വളരെ കൂടും. അത് അവർക്ക് അഗ്രഷൻ ഉണ്ടാക്കാൻ കാരണമാകും. അതുകൊണ്ട് അവരുടെ ആക്ടിവിറ്റി കുറയ്ക്കാനായിട്ട് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുന്നതാണ് നല്ലത്. അടുത്ത ചോദ്യം, വൈ ഇറ്റ് ഇസ് നോട്ട് അഡ്വൈസബിൾ ടു എക്സ്പോസ് ഗ്രോയിങ് പുള്ളറ്റ് ടു ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഇൻ ഇന്ത്യൻ കണ്ടീഷൻസ്? അപ്പോൾ നമ്മൾ ഗ്രോയിങ് ബേർഡ്സിന് നമ്മൾ ഫോട്ടോ പീരീഡ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്നത് നമ്മൾ ഗ്രോയിങ് ബേർഡ്സിന് ഫോട്ടോ പീരീഡ് കൊടുക്കാറില്ല, എക്സ്ട്രാ ആയിട്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് കൊടുക്കാറില്ല. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇന്ത്യൻ കണ്ടീഷൻസിൽ ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യാത്തത്?
It's not advisable to expose artificial light to growing pullets. So the reason ആണ്. So the answer is it induces early sexual maturity and reduces egg production. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ലൈറ്റിനോട് റെസ്പോണ്ട് ചെയ്തിട്ടാണ് ഇവരുടെ പിറ്റ്യൂട്ടറി FSH LH ഒക്കെ ആയിട്ടുള്ള ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്. ഈ FSH LH ഒക്കെ കറക്റ്റായ ടൈമിൽ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവർക്ക് ഓവുലേഷൻ സംഭവിക്കുന്നതും അതുവഴി എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും. അപ്പോൾ ഈ ഈ ഈ ഒരു പ്രോസസ്സ് പെട്ടെന്നാവുമ്പോൾ ഇവരുടെ എഗ് പ്രൊഡക്ഷനും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. എഗ് പ്രൊഡക്ഷൻ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെച്ചാൽ ഏർലി മെച്യൂരിറ്റി പെട്ടെന്ന് എത്തും, സെക്ഷൽ മെച്യൂരിറ്റിയും പെട്ടെന്ന് എത്തും. സെക്ഷൽ മെച്യൂരിറ്റി പെട്ടെന്ന് എത്തിക്കഴിഞ്ഞ ആ ഒരു ഏജിൽ ആ ഒരു വെയിറ്റിലുള്ള മുട്ട മാത്രമേ അവർക്ക് ഇടാൻ സാധിക്കുകയുള്ളൂ. അത് എഗ് വെയിറ്റിനെ ബാധിക്കും, മൊത്തത്തിലുള്ള എഗ് പ്രൊഡക്ഷനെയും ബാധിക്കും. പെട്ടെന്ന് തന്നെ അവരുടെ എഗ് ലേയിങ് സൈക്കിള് സ്റ്റോപ്പ് ആവും. സോ ദാറ്റ് ഈസ് ദ ആൻസർ, ദാറ്റ് ഈസ് എ റീസൺ. അതുപോലെ തന്നെ നേരത്തെ ലേ ചെയ്യുന്ന ബേർഡിന് എന്തായാലും ബോഡി വെയിറ്റ് കുറവായിരിക്കും അല്ലേ. ഒരു മെച്യൂർ അഡൾട്ട് ലെയർ പുള്ളറ്റിനേക്കാളും വെയിറ്റ് കുറവായിരിക്കും. അപ്പം അങ്ങനെ വെയിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അത് എഗ് സൈസിനെയും അഫക്റ്റ് ചെയ്യും. ചെറിയ എഗ്ഗുകൾ മാത്രമാണ് ആ ഒരു ടൈമിൽ ഉണ്ടാവുക. സോ ഈ ഏർലി ലൈറ്റിംഗ് കൊടുക്കുന്നത് പ്രീമെച്യൂർ ആക്ടിവേഷൻ ഓഫ് ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഗൊണാഡൽ ആക്സിസ് കാരണമാവും. ഈ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഗൊണാഡൽ ആക്സിസ് എന്ന് പറഞ്ഞ ടേം വളരെ സിമ്പിളാണ്. ലൈറ്റ് വന്നിട്ട് സെൻസ് ചെയ്യുന്നത് നമ്മുടെ ഒപ്റ്റിക് നെർവ് ഒക്കെ വന്നിട്ട് ഹൈപ്പോതലാമസിലേക്കാണ് സിഗ്നൽസ് പോകുന്നത്. സോ അവിടുത്തെ ആ ഒരു സ്റ്റിമുലേഷൻ കാരണമാണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്. ഈ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ഒക്കെ പോയി ആക്ട് ചെയ്യുന്നത് അവരുടെ ഗൊണാഡ്സിലാണ്. അതുകൊണ്ടാണ് ഇതിനെ മൂന്നിനെയും കണക്ട് ചെയ്ത് ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഗൊണാഡൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മാക്സിമം അക്സെപ്റ്റബിൾ മോർട്ടാലിറ്റി ലെവൽ ഡ്യൂറിങ് ദ ഗ്രോയിങ് ഫേസ് ഇൻ ദ പോൾട്രി മാനേജ്മെന്റ്? അപ്പം നേരത്തെ നമ്മൾ ബ്രൂഡർ ഫേസിൽ 4% പറഞ്ഞിരുന്നു. ഈ ഓരോ സ്റ്റേജിലുള്ള മോർട്ടാലിറ്റി ആ ഒരു സ്റ്റേജിലെ അവരുടെ എന്താ പറയുക മാനേജ്മെന്റൽ ഇതിനൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം മോർട്ടാലിറ്റി കുറയ്ക്കുക മാക്സിമം എന്നുള്ളത് തന്നെയാണ് ഒരു ഫാമിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. സോ ഇൻ എ ഗ്രോവർ ഫാം ലെസ് ദാൻ 3 ഈസ് മോസ്റ്റ്ലി റെക്കമെൻഡഡ്. അടുത്ത ചോദ്യം, ബിലോ വാട്ട് പെർസെൻറ്റേജ് ഓഫ് എഗ് പ്രൊഡക്ഷൻ ഇസ് ജനറലി കൺസിഡേർഡ് അൺഎക്കണോമിക്കൽ ടു റിറ്റെയിൻ ലേയിങ് ഹെൻസ്? ഇപ്പോൾ ലേയിങ് ഹെൻസ് നമുക്കറിയാം ഒരു 72 ആഴ്ച വരെ, 20ാമത്തെ ആഴ്ച മുതൽ 72 ആഴ്ച വരെയും ഇവർ ലേയിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ, എൻവയോൺമെൻറ്റ് ഇത് വേരി ചെയ്യാം. 72-ൽ നിന്നും കൂടാം കുറയാം. അപ്പോൾ ഒരു ഏകദേശം എത്ര പെർസെൻറ്റേജ് ഓഫ് എഗ് പ്രൊഡക്ഷൻ ആവുമ്പോഴാണ് നമ്മൾ ഓക്കെ ഇതിനെ നമ്മളിനി വളർത്തിയിട്ട് നമുക്ക് അൺഎക്കണോമിക്കൽ ആണെന്ന് തോന്നുന്നത്? ഏത് പെർസെൻറ്റേജ് ഓഫ് എഗ് പ്രൊഡക്ഷൻ ആണെന്നാണ് ചോദ്യം. ആൻസർ ഇസ് 65%. സോ ആ ഒരു വെൻ ദ എഗ് പ്രൊഡക്ഷൻ ഡ്രോപ്സ് ബിലോ 65%, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് എക്കണോമിക്കലി വയബിൾ അല്ല. കാരണം പിന്നെ അതിൻ്റെ ഫീഡിങ് കോസ്റ്റും ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരു ബ്രേക്ക് ഈവൻ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ 65%-ൽ താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലെയർ പ്രൊഡക്ഷൻ ഇതിൽ നിന്നും മാറ്റാവുന്നതാണ്, കള്ളെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം, വൈ ഷുഡ് ദ ഫ്രീക്വൻസി ഓഫ് എഗ് കളക്ഷൻ ബി ഇൻക്രീസ് ടു 4 to 5 times ഡ്യൂറിങ് സമ്മർ? അപ്പോൾ വിൻ്റർ ടൈംസിനെ വെച്ച് നോക്കും നമ്മൾ സമ്മറിൽ കൂടുതൽ ടൈംസ് എഗ്ഗ് കളക്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചത്. സോ നമുക്ക് ഓപ്ഷനിൽ വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ആൻസർ കിടപ്പുണ്ട്. ടു മിനിമൈസ് ദ എഗ്ഷെൽ ബ്രേക്കേജ് ഡ്യൂ ടു ഹീറ്റ് സ്ട്രെസ്. അപ്പം ഹീറ്റ് സ്ട്രെസ്സിൽ വരുന്ന സമയത്ത് എഗ്ഷെൽ ബ്രേക്ക് ആകും എന്നുള്ളൊരു പോയിന്റ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. പക്ഷെ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഹീറ്റ് സ്ട്രെസ് വരുന്ന സമയത്ത് എഗ്ഷെല്ലിൻ്റെ ക്വാളിറ്റി കുറയുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമ്മറിൽ ബേർഡ്സിന് നന്നായിട്ട് ഫീഡ് ചെയ്യില്ല. അവരുടെ ടെമ്പറേച്ചർ കൂടുന്തോറും അവരുടെ ഫീഡിങ് അവരുടെ കംഫേർട്ട് കുറയാണ്. അതുകൊണ്ട് തന്നെ ഫീഡിങ് കുറയും. അപ്പോൾ ഫീഡ് എടുക്കുന്നത് കുറയുമ്പം അതിൽ നിന്ന് കിട്ടുന്ന കാൽഷ്യം ഒക്കെ കുറയും. അതുവഴി അഡക്വേറ്റ് ആയിട്ടുള്ള റിക്വയർമെൻറ്റിന് ആവശ്യമായിട്ടുള്ള കാൽഷ്യം ശരീരത്തിൽ എത്താതിരിക്കും. അങ്ങനെ വീക്കൻസ് ആവാം. അതുപോലെ തന്നെ സമ്മറിൽ കാൽഷ്യം മെറ്റബോളിസം ഡിസ്ട്രപ്റ്റഡ് ആവുകയും റെസ്പിറേറ്ററി ആൽക്കലോസിസ് കണ്ടീഷനിലേക്ക് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ മര്യാദയ്ക്ക് കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നില്ല. കാൽഷ്യം കാർബണേറ്റ് ആണ് ഷെല്ലിൻ്റെ മോസ്റ്റ് ഓഫ് ദ പെർസെൻറ്റേജ് കോമ്പോസിഷൻ. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് അല്ലാത്ത ഷെൽ തിക്നെസ് കുറയാനായിട്ട്
ഈ ഒരു സമയത്ത് സാധ്യതയുണ്ട്. അപ്പോൾ ഷെൽ തിക്നെസ് കുറയാണെങ്കിൽ എഗ് ബ്രേക്കേജിന് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു നോർമലിനേക്കാളും 4 to 5 ടൈംസ് കൂടുതൽ ടൈം എഗ് കളക്ഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യാറുണ്ട് ഇൻ കേസ് ഓഫ് സമ്മർ. അതുകൂടാതെ ഈ ഡേർട്ടിലും ലിറ്ററിലും ഒക്കെ ഇങ്ങനെ എഗ്ഗ് കിടന്ന് അതിൽ കണ്ടാമിനേഷൻ വരുന്നതിനേക്കാൾ നല്ലത് പെട്ടെന്ന് തന്നെ അത് കളക്ട് ചെയ്യുന്നതുമാണ്. അടുത്ത ചോദ്യം, ഹൗ ഡസ് ഫീഡ് എഫിഷ്യൻസി ഇൻ ലേയിങ് ഹെൻസ് റെസ്പോണ്ട് ടു ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ എബവ് 60°F? അപ്പോൾ ഇവർക്കൊരു ബേർഡ്സിന് നമ്മളെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഫീഡ് എഫിഷ്യൻസി എങ്ങനെയാണ് മാറുന്നത് വെൻ ദ ടെമ്പറേച്ചർ ഒരു 16°C അല്ലെങ്കിൽ 60°F മാറിക്കഴിയുമ്പോൾ എങ്ങനെയാണ് അത് മാറുന്നത്. സോ ഇറ്റ് ഇംപ്രൂവ്സ് ഫീഡ് എഫിഷ്യൻസി. ഒരു ആംബിയൻ ടെമ്പറേച്ചർ ഒരു 16° എന്ന് പറഞ്ഞാൽ അവരുടെ തെർമോ ന്യൂട്രൽ സോണിനേക്കാളും താഴെയാണ്. ബേർഡിൻ്റെ തെർമോ ന്യൂട്രൽ സോൺ എന്ന് പറയുന്നത് ഏകദേശം ഒരു 18 മുതൽ 24° വരെയൊക്കെയാണ്. അപ്പോൾ അവർ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടെമ്പറേച്ചറാണിത്. അപ്പോൾ 16° എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് താഴെ പോയല്ലേ. അപ്പോൾ ഒരു തെർമോ ന്യൂട്രൽ സോൺ വരെയും അവരുടെ ഫീഡ് എഫിഷ്യൻസി എന്ത് ചെയ്യും, ഈ 16 to 70 കൂട്ടുകയാണെങ്കിലും 18 കൂട്ടുകയാണെങ്കിലും ഒക്കെ അങ്ങനെ കൂടുന്നതിനനുസരിച്ച് അവരുടെ ഫീഡ് എഫിഷ്യൻസിയും കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ തെർമോ ന്യൂട്രൽ സോൺ വിട്ട് വൺസ് ഒരു 27° ഒക്കെ കഴിഞ്ഞ് 24 വരെയാണ് ഒരു തെർമോ ന്യൂട്രൽ സോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങ് പോകുമ്പോഴത്തേനും പിന്നെ ഫീഡ് എഫിഷ്യൻസി കുറയുകയാണ് ചെയ്യുന്നത്. സോ ഈ 16°C നിന്ന് കൂടുമ്പം ഇറ്റ് ഇംപ്രൂവ്സ്. ബട്ട് ടിൽ എവിടെ വരെ, തെർമോ ന്യൂട്രൽ സോൺ ഫിനിഷ് ചെയ്യുന്നവരെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഫീഡ് എഫിഷ്യൻസി ആനുപാതികമായിട്ട് കുറയുകയാണ് ചെയ്യുക. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഇസ് മോസ്റ്റ് ഇൻഡിക്കേറ്റീവ് ഓഫ് ഹെൻ ഇൻ പീക്ക് എഗ് പ്രൊഡക്ഷൻ? അപ്പോൾ ഒരു പീക്ക് എഗ് പ്രൊഡക്ഷനുള്ള എഗ്ഗിൻ്റെ ബേർഡിൻ്റെ താഴെ പറഞ്ഞതിൽ ഏത് ക്യാരക്ടേഴ്സാണ് ഒരു പീക്ക് പ്രൊഡക്ഷനിലുള്ള ഹെന്നിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സോ നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം. ഇവിടെ അടുത്തൊരു ചോദ്യത്തിൽ ഇത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ്ലി ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ ലെയർ ബേർഡ്സിനെ ജഡ്ജ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ നല്ല പ്രൊഡക്ഷനിലാണോ എന്ന് നമുക്ക് ഫിസിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് മനസ്സിലാവുന്നത്. സോ അതിൻ്റെ കോമ്പ് നോക്കാം. കോമ്പ് ഒരു നല്ല ലെയറിന് ലാർജ് റെഡ് വാം ആയിട്ടുള്ള നല്ല ബ്ലഡ് സപ്ലൈ ഒക്കെ ഉള്ള കോമ്പായിരിക്കും. പക്ഷേ പുവർ ലെയർ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഇത് ഭയങ്കര ഷ്രങ്കണായിട്ടിരിക്കും, ചെറുതായിരിക്കും. പിന്നെ നല്ല ഗുഡ് ലെയർ ആണെങ്കിൽ നല്ല ബിഗ് ബ്രൈറ്റ് ആൻഡ് ആക്റ്റീവ് ആയിട്ടുള്ള ഐസ് ഉണ്ടായിരിക്കും. പുവർ ലെയേഴ്സിൽ ഇത് ഡള്ളായിരിക്കും, ഇനാക്റ്റീവ് ആയിരിക്കാം ബേർഡ്, ഇതെല്ലാം ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. ഇനി ഗുഡ് ലെയറിൻ്റെ കേസിലാണെങ്കിൽ എപ്പോഴും വെഞ്ചിലൂടെ ഇങ്ങനെ എഗ്ഗ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെഞ്ച് നല്ല മോയിസ്റ്റൻഡ് ആയിരിക്കും, നല്ല ബ്ലഡ് സപ്ലൈ ഒക്കെ വന്ന് അവിടെ നല്ല പിങ്ക് കളറിലായിട്ട് റെഡ് ടു പിങ്ക് കളറിലായിരിക്കും കാണുന്നത്. പിന്നെ ഒരു ഒബ്ലോങ് ഷേപ്പിലായിരിക്കും ഈ എഗ്ഗ് പോയിട്ട് ആ ഒരു ഷേപ്പ് ഒബ്ലോങ് ഷേപ്പിലായിരിക്കും. ഇതിനൊക്കെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ കുറവാണ് പുവർ ലെയർ ആൻഡ് നോൺ ലെയറിൽ വരുന്നത്. ഇത് കൂടാതെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന രണ്ട് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 pubic bones ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് കീൽ ബോൺ ആൻഡ് പ്യൂബിക് ബോൺ. ഈ അതിൻ്റെ ഇടുപ്പിലുള്ള 2 ക്യൂബിക് ബോണിൻ്റെ അറ്റം അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് മിനിമം 3 fingers എങ്കിലും ആയിരിക്കണം ഗുഡ് ലെയേഴ്സിൻ്റെ കേസിൽ. പുവർ ലെയേഴ്സിൽ അത് ലെസ് ദാൻ 3 ആയിരിക്കും. ലേ ചെയ്യാത്ത ബേർഡ് ആണെങ്കിൽ അത് മാക്സിമം ഒരു 1 finger വരെയൊക്കെ പോവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലേ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ മസിൽസ് ഒക്കെ നന്നായിട്ട് ലൂസൻഡ് ആവും, അവിടുത്തെ സിംഫൈസസ് ഒക്കെ ലൂസൻഡ് ആവും, റിലാക്സിൻ പോലുള്ള ഹോർമോൺസ് ഒക്കെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് പൊതുവെ അവിടെ ഒന്നുകൂടി ഓപ്പൺ ആയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സ്പേസ് കാണാൻ പറ്റും 2 പ്യൂബിക് ബോണിൻ്റെ ഇടയിൽ. 2 പ്യൂബിക് ബോണിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ 3 fingers പറഞ്ഞത്. ഇനി ടിപ്പ് ഓഫ് കീൽ ബോൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അവരുടെ ചെസ്റ്റ് ബോൺ. ആ കീൽ ബോണിൻ്റെ ടിപ്പും പ്യൂബിക് ബോണിൻ്റെ എൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസും നമ്മളൊരു പാരാമീറ്റേഴ്സ് ആയിട്ട് എടുക്കാറുണ്ട്. സോ അതൊരു 4 fingers എങ്കിലും ആയിരിക്കണം. അതുകൂടാതെ ആ ഒരു റീജിയൻ നല്ല സോഫ്റ്റ് ആൻഡ് പ്ലയബിൾ ആയിരിക്കണം. പുവർ ലെയറിൻ്റെ കേസിലാണെങ്കിൽ അത് ലെസ് ദാൻ 4 fingers ആയിരിക്കും. ലേ ചെയ്യാത്ത ബേർഡ് ആണെന്നുണ്ടെങ്കിൽ അത് 2 fingers വരെ നമുക്ക് കിട്ടുള്ളൂ. സോ നമുക്ക് തിരിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഇൻഡിക്കേറ്റീവ്, ഒരു നല്ല പീക്ക് പ്രൊഡക്ഷനിലുള്ള ഹെന്നിൻ്റെ ഇൻഡിക്കേറ്റീവ് ഏതാണ്? അപ്പോൾ കോമ്പ് എന്തായിരിക്കും, നല്ല റെഡ് ആണ് നമ്മൾ പറഞ്ഞു. സോ ദിസ് ഇസ് ഓപ്ഷൻ എ ഇസ് റോങ്. Eyes are dull and inactive. No, eyes will be very bright and it will be active. And
ഓപ്ഷൻ ഡി നോക്കൂ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്യൂബിക് ബോൺസ് ഇസ് ഓൺലി 1 ഫിംഗർ വിട്ട് അല്ലേ. അതൊക്കെ നോൺ ലെയറിൻ്റെ കേസിലാണ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, വെൻ ഇറ്റ് ഇസ് ഒബ്ലോങ്, മോയിസ്റ്റ് ആൻഡ് പിങ്ക്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് അവിടെ പിങ്ക് ഒക്കെ ആവാൻ കാരണം, അവിടേക്കുള്ള ബ്ലഡ് സപ്ലൈയും നന്നായിട്ട് ഹോർമോണൽ ആക്ടിവിറ്റി ഒക്കെ വളരെ നന്നായി നടക്കുന്നതുകൊണ്ട് അവിടെ നല്ല ബ്ലഡ് സപ്ലൈ ഉണ്ട്, അതുകൊണ്ട് നല്ല പിങ്ക് ആയിട്ടിരിക്കും വെന്റ് ഏരിയ. പക്ഷേ നോൺ ലേയിങ് ഹെൻസ് ഒക്കെ ആണെങ്കിലോ, അല്ലെങ്കിൽ ലേയിങ് കഴിഞ്ഞിട്ടുള്ള ഹെൻസിനെയാണ് നമ്മൾ സ്പെൻറ്റ് ഹെൻസ് എന്ന് പറഞ്ഞിട്ട് ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സ്പെൻറ്റ് ഹെൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സ്പെൻറ്റ് ഹെൻസ് വളരെ ലേയിങ് ഒക്കെ കഴിഞ്ഞാണ്. സോ അവരുടെ വെൻ്റൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കും, നല്ല റൗണ്ട് ആയിട്ടിരിക്കും. ഇവിടെ നമ്മൾ ഒബ്ലോങ് ഷേപ്പാന്ന് പറഞ്ഞു, റൗണ്ട് ആയിട്ടിരിക്കും. അതുപോലെ പിങ്ക് കളറിന് പകരം ഭയങ്കര യെല്ലോയിഷ് ആയിട്ടുള്ളൊരു കളറായിരിക്കും കാണുന്നത്. അതുപോലെ എന്തുകൊണ്ടാണ് നമ്മൾ മോയിസ്റ്റ് എന്ന് പറയുന്നത്, കാരണം എഗ്ഗിനെ സ്മൂത്ത് ആയിട്ട് കടത്തി വിടാനായിട്ട് നല്ല മോയിസ്റ്റൻ്റ് ആയിട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ അവിടെ നല്ല മോയിസ്ചർ, മ്യൂക്കസ് സെക്രീഷൻസ് ഒക്കെ വന്ന് നല്ല മോയിസ്റ്റ് ആയിട്ട് ഇരുന്നാലേ എഗ്ഗ് വൃത്തിയായിട്ട് പാസ് ചെയ്ത് വരുള്ളൂ. സോ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ചോദ്യം, ഒരു വെൽ ലേയിങ് ഹെന്നിലെ 2 പ്യൂബിക് ബോൺസിനിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി, 3 ഓർ മോർ ഫിംഗേഴ്സ്. 2 പ്യൂബിക് ബോണിനിടയിൽ 3 ഫിംഗേഴ്സും ഹീൽ ബോണിനും പ്യൂബിക് ബോണിനും ഇടയിൽ 4 ഫിംഗേഴ്സും വെക്കാൻ സാധിച്ചാൽ അതൊരു നല്ല ലെയറാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ എന്തുകൊണ്ടാണ് ഇത് വൈഡൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ ഒരു ടൈമിൽ പെൽവിക് ഗേർഡിൽ ഈ റീപ്രൊഡക്റ്റീവ് അവരുടെ പീക്ക് ആയിരിക്കുന്ന ഈ സമയത്ത് ഈ ഹോർമോൺസ്, ഈസ്ട്രജൻ, റിലാക്സിൻ പോലുള്ള ഹോർമോൺസ് ഒക്കെ ആക്ട് ചെയ്തിട്ടാണ് അവിടുത്തെ പെൽവിക് ഗേർഡിൽ ലൂസൻ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സ്പേസ്, അത്രയും ഗ്യാപ്പ് ഈ ബേർഡ്സിൽ കിട്ടുന്നത്. നോൺ ലെയേഴ്സിലൊക്കെയാണ് നമ്മൾ പറയുക 1 ഫിംഗർ 2 ഫിംഗർ ഡിസ്റ്റൻസ് ഒക്കെ കാണുള്ളൂ. സോ അടുത്ത ചോദ്യം, വിച്ച് കോമ്പിനേഷൻ ഓഫ് പെൽവിക് കീൽ മെഷർമെൻറ്റ്സ് ഇസ് അസോസിയേറ്റ് വിത്ത് ഗുഡ് എഗ് പ്രൊഡക്ഷൻ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ ടേബിൾ വൃത്തിയായിട്ട് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആൻസർ ഇസ് keel to pubic bone distance is 4 fingers and that area should be soft and pliable. അപ്പോൾ അവിടുത്തെ മസിൽസിൻ്റെയൊക്കെ എക്സ്പാൻഷൻ കാരണമാണ് ഇങ്ങനെയൊരു സ്പേസ് വിഡ്ത്ത് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഹോവേഴ്സ് യൂസ്ഡ് ഇൻ ചിക്ക് ബ്രൂഡിങ്? വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ചിക്ക് ബ്രൂഡിങ് നമ്മൾ ഹോവേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എന്തിനായിരിക്കും? അതിൻ്റെ തൊട്ട് താഴെ ആയിരിക്കും അല്ലേ, അതിലായിരിക്കും, അതിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മൾ നമ്മുടെ ഹീറ്റ് സോഴ്സ് ഓർ ലൈറ്റ് സോഴ്സ് വെക്കുന്നത്. സോ ഇറ്റ് വിൽ ഡിസിപ്പേറ്റ് ദ ഹീറ്റ് യൂണിഫോംലി. ഹീറ്റിനെ യൂണിഫോം ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്യാനായിട്ടാണ് ഹോവേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഇസ് ടു ഡിസിപ്പേറ്റ് ഹീറ്റ് യൂണിഫോംലി. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മെയിൻ കോൺസിക്വൻസ് ഓഫ് ഹീറ്റ് സ്ട്രെസ് ഓൺ എഗ് ക്വാളിറ്റി? അപ്പോൾ നമ്മൾ കുറച്ച് വേറൊരു ക്വസ്റ്റ്യനിൽ വേറെ രീതിയിൽ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു, എഗ് ക്വാളിറ്റിയിൽ എങ്ങനെയാണ് ഹീറ്റ് സ്ട്രെസ് അഫക്റ്റഡ് ആവുന്നത്. സോ ദ ആൻസർ ഇസ് പുവർ എഗ് ഷെൽ തിക്നെസ് ആൻഡ് എഗ് വെയ്റ്റ്. എഗ് പ്രൊഡക്ഷനിൽ സാരമായിട്ട് പ്രൊഡക്ഷൻ ഇല്ലാതാവുകയോ പ്രൊഡക്ഷൻ കുറയുകയോ ചെയ്യുന്നതിനേക്കാളും എഗ്ഗിൻ്റെ ക്വാളിറ്റിയെയാണ്, എഗ് ഷെല്ലിൻ്റെ തിക്നെസ്സിനെയും എഗ് വെയ്റ്റിനെയാണ് ഇത് സാരമായിട്ട് ബാധിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഡയറ്റിൽ അവർക്ക് ഫുഡിൻ്റെ ഇൻടേക്ക് ആ സമയത്ത് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ കാൽഷ്യം അബ്സോർപ്ഷൻ ഡിസ്ട്രക്റ്റഡ് ആകും. ദാറ്റ് വിൽ ലീഡ് ടു ആൽക്കലോസിസ്, അങ്ങനെ ഷെൽ തിക്നെസ് കുറയും. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മെഷ് സൈസ് യൂസ്ഡ് ഫോർ ദ ഫ്ലോർ ഓഫ് ലേയിങ് കേജസ്? ഓരോ ടൈപ്പ്, ഇപ്പം ഗ്രോവർ കേജിലാണെങ്കിലും ലേയിങ് കേജിലാണെങ്കിലൊക്കെ ഇങ്ങനെ മെഷ് സൈസ് ഉണ്ട്, കാരണം അവരുടെ ഫൂട്ട് അതിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനും അതിനിടയിൽ കൂടെ സ്ലിപ്പായി പോവാതിരിക്കാനും ഉള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. സോ ഈ ലേയിങ് കേജസിൻ്റെ കേസിലാണെങ്കിൽ ദ ആൻസർ ഇസ് 1 inch into 2 inch. സോ ആ ഒരു സൈസിലുള്ള മെഷാണ്. അപ്പോൾ ഫൂട്ട് ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഡ്രോപ്പിങ്സ് ഒക്കെ കറക്റ്റായിട്ട് താഴെ വീഴാനായിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത ചോദ്യം, which of the following metabolic disorders are commonly seen in caged layer birds? അപ്പോൾ കേജ്ഡ് ആയിട്ടുള്ള ലെയർ ബേർഡ്സിൽ താഴെ പറയുന്നവയിൽ ഏത് മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ അല്ലേ? നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം.
കോക്സിഡിയോസിസ്. കോക്സിഡിയോസിസ് ഒരു മെറ്റബോളിക് ഡിസീസ് ആണ്. മെറ്റബോളിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എന്താണ് അവരുടെ മെറ്റബോളിസത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ. അതായത് കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ആവാം, അതൊരു മെറ്റബോളിക് ഡിസീസാണ്. ന്യൂട്രിയൻ ഇൻടേക്ക് കൂടുതലായിട്ടുണ്ടാവുന്നതാവാം. സോ കോക്സിഡിയോസിസ് ഒരു മെറ്റബോളിക് ഡിസീസ് അല്ല, കോക്സിഡിയോസിസ് ഒരു പ്രോട്ടോസോവൽ ഡിസീസാണ്. ആൻഡ് ഇവിടെ ന്യൂകാസിൽ ഡിസീസ് പറഞ്ഞു, ന്യൂകാസിൽ ഡിസീസ് ഒരു വൈറൽ ഡിസീസാണ്. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ സിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഫൗൾ കൊളറ എൻട്രൈറ്റിസ് ഒക്കെ ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. ഓപ്ഷൻ ഡി പ്രൊലാപ്സൻ അസൈറ്റിസ് അതൊരു മെറ്റബോളിക് ഡിസീസാണ്. പക്ഷേ കേജ്ഡ് ബേർഡ്സിൽ കാണാനുള്ള ഒരു പെക്യുലാരിറ്റി അവിടെ വരുന്നില്ല. സോ ദ ആൻസർ ഇസ് കേജ് ലെയർ ഫാറ്റിക് ആൻഡ് ഫാറ്റി ലിവർ സിൻഡ്രോം. അപ്പോൾ എന്താണ് ഓരോ ടേംസും എന്ന് നമുക്ക് മനസ്സിലാക്കാം. കേജ് ലെയർ ഫാറ്റിക് എന്ന് പറയുന്നാൽ കറക്റ്റായിട്ട് കാൽഷ്യം ഇവരുടെ മെറ്റബോളിസത്തിൽ കാൽഷ്യം ഡിപ്ലീഷൻ സംഭവിക്കുകയാണ്. ബോൺസിൽ നിന്നും കാൽഷ്യമിന് അത് പീക്ക് പ്രൊഡക്ഷനൊക്കെ എത്തുമ്പോഴത്തേനും ഈ കേജ്ഡ് ആയിട്ടുള്ള ബേർഡ്സിൽ പ്രത്യേകിച്ച് മൂവ്മെൻറ്റ്സോ ആക്ടിവിറ്റീസോ ഒന്നും ഇല്ല. പിന്നെ അവർക്ക് നല്ല എക്സസൈസും കിട്ടുന്നില്ല ലെഗിനൊന്നും. അപ്പം ഓൾറെഡി ഇവർക്ക് കാൽഷ്യം റിക്വയർമെൻറ്റ് വളരെ കൂടുന്ന ഒരു ഫേസാണ് ലെയർ ഫേസ്. അപ്പോൾ ആ ഒരു ഫേസിൽ ചില സമയത്തും റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാതിരിക്കുകയോ എന്തെങ്കിലും ഡെഫിഷ്യൻസി വരികയോ ചെയ്യുന്ന സമയത്ത് ബോണിൽ നിന്നും മെഡുലറി ബോൺസിൽ നിന്നൊക്കെയാണ് കാൽഷ്യം എടുക്കുന്നത്. അപ്പം അങ്ങനെ കാൽഷ്യം എടുക്കുകയും ബോൺസിൽ നിന്ന് കാൽഷ്യം എടുക്കുകയും അതേസമയം പ്രത്യേകിച്ച് ഇനാക്റ്റീവായിട്ട് ഇരിക്കുകയും ചെയ്യുമ്പം അവരുടെ ബോൺസ് ഒക്കെ വളരെ പെട്ടെന്ന് ബ്രിറ്റിലാവാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള ഒരു പാരലൈസിസ്, ലെഗിൻ്റെ വീക്കനിങ് ഒക്കെയാണ്. സോ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അത് ലെഗിൻ്റെ വീക്കനിങ്ങിനൊക്കെ കാരണമാകുന്നു. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ കേജ് ലെയർ ഫാറ്റിക് എന്ന് പറയുന്നത്. അടുത്ത കണ്ടീഷൻ ഫാറ്റി ലിവർ സിൻഡ്രോം ആണ്. ഫാറ്റി ലിവർ സിൻഡ്രോം വരുന്നത് നമ്മൾ കൂടുതലായിട്ട് എനർജിയുള്ള ഫീഡ് കൊടുക്കുന്ന സമയത്ത്, പൊതുവേ ലേയിങ് സ്റ്റേജിൽ പ്രോട്ടീനേക്കാളും കൂടുതൽ, അതായത് മറ്റ് സ്റ്റേജുകളെ അപേക്ഷിച്ച് പ്രോട്ടീൻ കുറവും എനർജി കൂടുതലും നമ്മൾ ഫീഡിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫേസാണ് ലേയിങ് ഫേസ് അല്ലേ. അപ്പോൾ ആ സമയത്ത് എനർജി ഡെൻസിറ്റി കൂടുതലായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഈ എനർജിയൊക്കെ പോയിട്ട് ആവശ്യമുള്ളതൊക്കെ ഉപയോഗിച്ച് ബാക്കിയുള്ളതൊക്കെ ഫാറ്റായിട്ട് ലിവറിൽ പോയിട്ട് സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ലിവർ ഒരു ഫാറ്റി ഹെപ്പാറ്റോമെഗാലി സംഭവിക്കുക, അതായത് ലിവറിൻ്റെ സൈസ് കൂടുകയും ഫാറ്റി ലിവർ കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഹൈ എനർജി ലോ പ്രോട്ടീൻ മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ കേജിനുള്ളിൽ ഇടുന്നത് കൊണ്ട് ആവശ്യത്തിനുള്ള മൂവ്മെൻറ്റ്സും ഇവർക്ക് കിട്ടുന്നില്ല. സോ അങ്ങനെയാണ് ഫാറ്റി ലിവർ സിൻഡ്രോം ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, which of the following is not a known cause of cloacal prolapse in caged layers? അപ്പോൾ കേജ്ഡ് ലെയേഴ്സിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് അവരുടെ ക്ലോയാക്ക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അവരുടെ വെന്റ് ഏരിയൻ്റെ ആ ഒരു ഓപ്പണിങ്, അതിനാണ് ക്ലോയാക്ക എന്ന് പറയുന്നത്. സോ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ പ്രൊലാപ്സ് ഏതൊക്കെ കണ്ടീഷനിലാണ്, താഴെ പറഞ്ഞതിൽ ഏത് കണ്ടീഷൻ വഴിയാണ് ഉണ്ടാവാൻ സാധ്യതയില്ലാത്തത്? സോ എൻട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷനാണ്. ഇൻഫ്ലമേഷൻ ഓഫ് ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലാസ്റ്റ് ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണത് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ ഇൻഫ്ലെയിംഡ് ആയി കഴിഞ്ഞാൽ ക്ലോയക്കൽ പ്രൊലാപ്സ് സംഭവിക്കാം. അതുപോലെ ന്യൂട്രീഷണൽ കാൽഷ്യം ഡെഫിഷ്യൻസി. കാൽഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ബേർഡ്സിൻ്റെ ആണെങ്കിലും നമ്മുടെ ആണെങ്കിലും മസിൽ കൺട്രാക്ഷനും റിലാക്സേഷനും ഒക്കെ ആവശ്യമായിട്ടുള്ളതാണ്. അപ്പം എഗ്ഗ് ലേ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഈ കാൽഷ്യം ഇല്ല, ബേർഡ് കാൽഷ്യം ഡെഫിഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ളൊരു കൺട്രാക്ഷൻ റിലാക്സേഷൻ സംഭവിക്കുന്നില്ല. അപ്പം എഗ്ഗ് പുറത്തു വരാൻ ബുദ്ധിമുട്ടാവുകയും ബേർഡ് ആവശ്യമില്ലാതെ അത് മുക്കുക എന്ന് പറയില്ലേ നമ്മൾ, ആവശ്യമില്ലാതെ ആ ഒരു ഫോഴ്സ് എടുക്കുകയും അങ്ങനെ ക്ലോയക്കയ്ക്ക് പ്രൊലാപ്സ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു റീസണാണ് കെനിബാളിസം. കെനിബാളിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇങ്ങനെ ലൈവായിട്ടുള്ള ടിഷ്യൂസ് ഇങ്ങനെ ബേർഡ്സ് അങ്ങോട്ട് കഴിക്കുക. അപ്പോൾ നല്ല എഗ് ലേയിങ് ചെയ്യുന്ന ബേർഡ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അവരുടെ വെന്റ് ഏരിയ, ആ ഒരു ഏരിയ നല്ല പിങ്ക് കളറിലായിരിക്കും, നല്ല ബ്ലഡ് സപ്ലൈ ഒക്കെ വന്നിട്ടുള്ള ഒരു ടൈം ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു കളർ കാണുമ്പോൾ ബേർഡ്സ് കുറച്ചും കൂടെ അട്രാക്റ്റഡ് ആവും ഈ ഒരു ഏരിയയിൽ. എന്നിട്ട് അവർക്ക് അവിടെ പെക്ക് ചെയ്യാനും അവിടെ അങ്ങനെ കെനിബാളിസം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ താഴെ പറയുന്നവയിൽ ഓപ്ഷൻ ബി എക്സസീവ് ഹ്യൂമിഡിറ്റിയാണ് യാതൊരു തരത്തിലും ഈ ക്ലോയക്കൽ പ്രൊലാപ്സിന് കാരണമല്ലാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സസീവ് ഹ്യൂമിഡിറ്റിയാണ്. സോ ഇത് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ സ്ലൈഡിൽ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് പില്ലർ ഹൈറ്റ്
to construct an elevated platform in a cage house. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോൾട്രി ഹൗസസിൽ നമുക്ക് കേജ് ഹൗസസ്, എലവേറ്റഡ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഹൗസസ് ഉണ്ട് കേജ് കീപ്പ് ചെയ്യാനായിട്ടുള്ളത്. ഈ എലവേറ്റഡ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നോർമൽ ഇതിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് കൂടിയതായിരിക്കും. അപ്പം എത്രയാണ് റെക്കമെൻഡഡ് പില്ലർ ഹൈറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, 6 to 8 feet. ഒരു 6 മുതൽ 8 അടി വരെ ഹൈറ്റിലായിരിക്കണം നമ്മൾ ഈ ഒരു ഇത് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. So in elevated platform, typically that should be raised 6 to 8 feet above the ground using pillars. അപ്പോൾ ഈ ഒരു ഹൈറ്റ് എന്തിനാന്ന് വെച്ചാൽ നല്ല എയർ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ബേർഡ്സിൻ്റെ മെന്യൂറൊക്കെ ഈ ഒരു താഴത്തെ ഏരിയയിലേക്കായിരിക്കും വീഴുന്നത്. അപ്പോൾ ക്ലീനിങ്ങും ഈസി ആയിരിക്കും, അതുപോലെ തന്നെ മെന്യൂർ മാനേജ്മെൻറ്റും ഈസി ആയിരിക്കും. ഇത്രയും ഹൈറ്റിലായതുകൊണ്ട് തന്നെ റോഡൻസ് ഒന്നും വരാനുള്ളൊരു സാധ്യതയില്ല. അപ്പം നല്ലൊരു ഹൈജീനിക് ഡിസൈനാണ് ശരിക്കും എലവേറ്റഡ് പ്ലാറ്റ്ഫോം കേജ് ഹൗസസ്. പിന്നെ ഒരു ഈ 8 കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പക്ഷേ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിനെ ബാധിക്കും. അപ്പോൾ 6 to 8 ആണ് ഏറ്റവും ഒപ്റ്റിമം. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യ പോലുള്ള കൺട്രീസിൽ സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സ് ഒക്കെയുള്ള കൺട്രീസിലൊക്കെ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ശരിക്കും ഈ ഒരു എലവേറ്റഡ് പ്ലാറ്റ്ഫോം കേജസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, which of the following is the typical maximum width for open-sided poultry houses to ensure proper ventilation? ഇത് വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഈ ഒരു 42 ക്വസ്റ്റ്യൻ നിങ്ങളിത് എവിടെയെങ്കിലുമൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. എത്രയാണ് ഒരു മാക്സിമം ഒരു ഓപ്പൺ സൈഡഡ് പൗൾട്രി ഹൗസിൻ്റെ വിഡ്ത്ത് എത്ര വരെ അലൗഡ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ ആൻസർ ഇസ് 30 feet, 30 അടി. അപ്പം 30 അടിയിൽ കൂടുതൽ വീതി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ വെന്റിലേഷൻ സിസ്റ്റത്തിനെയൊക്കെ ബാധിക്കും. അപ്പം നമ്മൾ അതിൽ കൂടുതൽ വീതിയൊക്കെ ഉള്ളത് അതിൽ കൂടുതൽ എക്സോസ്റ്റ് ഫാനോ അല്ലെങ്കിൽ ഈ വെന്റിലേഷൻ കൺട്രോളിങ് സിസ്റ്റം ഒക്കെയുള്ള എൻവയോൺമെൻ്റലി കൺട്രോൾഡ് പൗൾട്രി ഹൗസസ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിൽ കൂടുതൽ വീതിയിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഓപ്പൺ സൈഡഡ് പൗൾട്രി ഹൗസിൻ്റെ ടിപ്പിക്കൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 30 ഫീറ്റാണ്. ഈ 30 ഫീറ്റ് അപ്രോക്സിമേറ്റ്ലി ഒരു 9.1 meters ആണ്. അപ്പോൾ 9 meter എന്നുള്ളത് ഓർത്തിരിക്കാം. 30 അടി മാത്രമല്ല പഠിക്കേണ്ടത്, 9 meter എന്നുള്ള ടേം കൂടെ, ആ ഒരു വാല്യൂ കൂടെ പഠിച്ചിരിക്കുക. സോ ഒന്നുകൂടി വൈഡർ ഡിസൈൻ ആകുമ്പം അതൊരു പുവർ എയർ സർക്കുലേഷൻ ഉണ്ടാവും. അങ്ങനെ സെൻട്രൽ ഏരിയയിലൊക്കെ സെൻട്രൽ സോൺസിലൊക്കെ ഒരു ഹോട്ട്സ്പോട്ട് ഏരിയാസ് ക്രിയേറ്റ് ചെയ്യും. അതായത് ചൂട് കൂടുതലുള്ള ഏരിയ ക്രിയേറ്റ് ചെയ്യും. ചൂട് കൂടിയ വായു അതിന് മുകളിൽ ഇങ്ങനെ തങ്ങിക്കിടക്കുകയും ചെയ്യും. സോ ദാറ്റ് വിൽ അഫക്ട് ദ ബേർഡ് കംഫർട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ഒരു ക്രോസ് വെന്റിലേഷൻ കൊടുത്താൽ പോലും 30 ഫീറ്റിൽ കൂടുതലാണ് അതിൻ്റെ ആ ഒരു ഓപ്പൺ സൈഡഡ് പൗൾട്രി ഹൗസിൻ്റെ വീതി എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പ്രോപ്പർ വർക്കിംഗ് ഇതിലായിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നോർമലി ഓപ്പൺ സൈഡഡ് ഹൗസിൽ നമ്മൾ ഈ ഒരു വാല്യൂ ആണ് ഫോളോ ചെയ്യാറ്. പക്ഷേ എലിവേറ്റഡ് പ്ലാറ്റ്ഫോം കേജസ് അങ്ങനത്തെ ഇപ്പം നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ റേസ്ഡ് പ്ലാറ്റ്ഫോം ഹൗസസ്. അപ്പം അങ്ങനത്തെ അവിടെയൊക്കെ കേസിലാണെങ്കിൽ വെന്റിലേഷൻ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആണ്, കുറച്ചും കൂടെ മാനേജബിൾ ആണ്. അപ്പം അങ്ങനത്തെ കേസിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂട്ടാം. അപ്പോൾ എലിവേറ്റഡ് പ്ലാറ്റ്ഫോം ഹൗസസിലൊക്കെ 33 feet വരെ പോകാറുണ്ട്. എൻവയോൺമെൻ്റലി കൺട്രോൾഡ് പൗൾട്രി ഹൗസസിൽ ഏകദേശം 40 മുതൽ 44 feet വരെയും പോകാറുണ്ട്. കാരണം അവിടുത്തെ വെന്റിലേഷനൊക്കെ ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. അവിടെ എയർ ഡിസ്ട്രിബ്യൂഷനൊക്കെ നല്ല രീതിയിൽ മാനേജ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ വിഡ്ത്ത് അവിടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഹാച്ചിങ് എഗ് സൈസ് ഓൺ പുള്ളറ്റ് പെർഫോമൻസ്? താഴെ പറയുന്നതിൽ എഗ്ഗിൻ്റെ സൈസ് താഴെ പറയുന്ന ഏത് പാരാമീറ്റർ അല്ലെങ്കിൽ പുള്ളറ്റിൻ്റെ പുള്ളറ്റ് പെർഫോമൻസിനെ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അഫക്റ്റ് ചെയ്യുന്നത്? സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, ഇറ്റ് ഇൻഫ്ലുവൻസ് ദ ചിക്ക് സൈസ് ആൻഡ് മെച്യൂർ ബോഡി വെയ്റ്റ് ഓഫ് ദ ബേർഡ്. കാരണം ഹാച്ച് ചെയ്യാനുള്ള എഗ്ഗിൻ്റെ സൈസ്, ഈ ഹാച്ചിങ് എഗ് സൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആ ചിക്കൻ എന്തായിരിക്കും, വെയിറ്റ് കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ ചിക്കന് വെയിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് ഗ്രോ ചെയ്യുന്നതിൻ്റെ ഗ്രോത്ത് റേറ്റും അതുപോലെ തന്നെ അതിൻ്റെ മെച്യൂർ ബോഡി വെയിറ്റ് ഒക്കെ കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അപ്പോൾ ഹാച്ചിങ് എഗ് സൈസ്, നല്ല സൈസ്, കറക്റ്റ് സ്റ്റാൻഡേർഡ് സൈസിലുള്ള എഗ്ഗ് സെലക്ട് ചെയ്യുക എന്നുള്ളത് അടുത്ത ജനറേഷനെ നമ്മൾ നന്നായിട്ട് കീപ്പ് ചെയ്യാൻ
അവരുടെ പ്രൊഡക്ഷനൊക്കെ നന്നായിട്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. So it will influence directly the hatching day old weight and also the mature weight of the bird. ഒരു ലാർജർ എഗ്ഗിൽ നിന്നൊക്കെ ഹാച്ച് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ വളരുകയും ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്യും. ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് പെർസെൻറ്റേജ് ഓഫ് ബോഡി വെയ്റ്റ് യൂണിഫോമിറ്റി ഇൻ എ ക്വാളിറ്റി പുള്ളറ്റ് ഫ്ലോക്ക്? അപ്പോൾ നമ്മൾ പൊതുവെ എല്ലാ ഫ്ലോക്കിലും തന്നെ ബ്രോയിലർ ഫ്ലോക്ക് ആണെങ്കിലും ലെയർ ആണെങ്കിലും ഒക്കെ യൂണിഫോമിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം അത് നമുക്ക് മാർക്കറ്റ് ചെയ്യുന്നതിനാണെങ്കിലും അതുപോലെ തന്നെ ബ്രീഡിംഗ് പർപ്പസിനാണെങ്കിലും ഒക്കെ അത് അഫക്റ്റഡ് ആകും. അതുകൊണ്ട് തന്നെ താഴെ പറയുന്നതിൽ എത്രയാണ് റെക്കമെൻഡഡ് പെർസെൻറ്റേജ് ഓഫ് ബോഡി വെയ്റ്റ് യൂണിഫോമിറ്റി ഒരു പുള്ളറ്റ് ക്വാളിറ്റി ഉള്ളൊരു പുള്ളറ്റ് ഫ്ലോക്കിലെ ഇത് എത്രയാണെന്നാണ് ചോദിച്ചത്. ആൻസർ ഇസ് 80 to 90%. അതായത് 80 മുതൽ 100 ബേർഡ് ഉണ്ടെങ്കിൽ അതിൽ 90 ബേർഡും ഒരേ ആവറേജ് വെയിറ്റ് ഉള്ള ബേർഡ്സ് ആയിരിക്കണം. ഈ ഒരേ ആവറേജ് വെയിറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വിത്തിൻ ±10% റേഞ്ചിൽ ഉള്ള ബേർഡ്സ് ആയിരിക്കണം. അത് മോസ്റ്റ് ഓഫ് ദ ബേർഡ്സ് ഫോൾ വിത്തിൻ ±10% ഓഫ് ദ ആവറേജ് ബോഡി വെയിറ്റ്. ആവറേജ് ബോഡി വെയിറ്റിനേക്കാളും 10% കൂടുകയോ കുറയുകയോ പാടുള്ളൂ. അതിൽ കൂടുതൽ ചേഞ്ചസ് വരരുത്. സോ ഫ്ലോക്ക് യൂണിഫോമിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കേസ് ഓഫ് ബ്രീഡേഴ്സ്, ലെയേഴ്സ് ആൻഡ് മാർക്കറ്റിംഗ് ബ്രോയിലേഴ്സ്. അവർ യൂണിഫോംലി അല്ല വെയിറ്റ് വെച്ചിട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കേണ്ട ഫീഡിങ്ങിൽ ചേഞ്ചസ് വരും. നമ്മളെല്ലാം വലിയ ഒരു ഫാം മാനേജ് ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനുമായിട്ടുള്ള ഓരോ ബേർഡിനും നമുക്ക് ഇൻഡിവിജ്വലി മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ കേസിൽ ഇവർക്ക് ലൈറ്റിംഗ് കൊടുക്കേണ്ടതാണെങ്കിലും ഇവരുടെ എല്ലാ തരത്തിലുള്ള മാനേജ്മെൻറ്റിനും ഈ ഒരു യൂണിഫോമിറ്റി കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്ത ചോദ്യം, ഹൗ ഡസ് ബോഡി വെയ്റ്റ് ഡീവിയേഷൻ ഫ്രം ഒപ്റ്റിമം അറ്റ് മെച്യൂരിറ്റി എഫക്ട് എഗ് പ്രൊഡക്ഷൻ? അപ്പോൾ ഒരു മെച്യൂരിറ്റിയിലുള്ള ഒപ്റ്റിമം ബോഡി വെയ്റ്റ് മാറുന്നത് എങ്ങനെയാണ് എഗ് പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യുന്നത്? ആൻസർ ഇസ് ഓപ്ഷൻ സി. എവറി 45 gram ഡീവിയേഷൻ കോസസ് എ ലോസ് ഓഫ് 2 egg per year. അതായത് ഈ അഡൾട്ട് ഈ ബേർഡ് ലേ ചെയ്യുന്ന ബേർഡിൻ്റെ 45 gram അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർ ഇയർ 2 egg എന്നുള്ള രീതിയിൽ കുറയും എന്നുള്ളതാണ് പറയുന്നത്. ഇതൊരു ടഫ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ആ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കുക. മെച്യൂർ ബോഡി വെയ്റ്റ് ഒരു ലേയിങ് പെർഫോമൻസിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. അടുത്ത ചോദ്യം, ഇഫ് എ ലെയർ കൺസ്യൂംസ് ഒരു പ്രോബ്ലം ആണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ലെയർ ബേർഡ് ഏകദേശം 48 കിലോഗ്രാം ഫീഡ് ഒരു പ്രൊഡക്ഷൻ പീരീഡിൽ കഴിക്കുകയാണ്. ആൻഡ് ആ ഒരു ടൈമിൽ അത് 240 എഗ്ഗ് ലേ ചെയ്തു. സോ അതിൻ്റെ ഫീഡ് എഫിഷ്യൻസി പെർ ഡസൻ എഗ്ഗ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്ക്. അപ്പോൾ ഫീഡ് എഫിഷ്യൻസി എന്ന് പറഞ്ഞ ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫീഡ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ബേർഡിന് കൊടുക്കുന്ന ഫീഡിനെ അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് മാറ്റാൻ എത്രത്തോളം അതിന് സാധിക്കുന്നു. അതായത് 1 കിലോഗ്രാം ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിലോഗ്രാം മീറ്റ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ എത്ര കിലോ എഗ്ഗ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ എത്ര ഡസൻ എഗ്ഗ് ഉണ്ടാവുന്നു. സോ ഫീഡ് എഫിഷ്യൻസി പെർ എഗ് ഡസൻ എഗ് ബേസിസ്, അങ്ങനെ നമ്മൾ ഫീഡ് എഫിഷ്യൻസിനെ പറയാറുണ്ട്. അതായത് 12 എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഫീഡ് എത്ര കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. So the equation is total feed consumed in kilogram divided by dozens of egg produced. എത്ര ഡസൻ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നമ്മുടെ കേസിൽ നമ്മൾ ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 240 എഗ്ഗാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 240 എഗ്ഗ് എന്ന് പറഞ്ഞാൽ 20 ഡസനാണ്. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. അപ്പോൾ 20 ഡസനാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ടോട്ടൽ കൺസ്യൂം ചെയ്ത ഫീഡ് 48 കിലോ ആണ്. സോ 48 കിലോ ഡിവൈഡഡ് ബൈ ഡസൻസ് ഓഫ് എഗ്ഗ് പ്രൊഡ്യൂസ്ഡ് അല്ലേ. 20 ഡസനാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തത്. സോ ദ ആൻസർ ഇസ് 2.4 കിലോഗ്രാം ഫീഡ് പെർ ഡസൻ ഓഫ് എഗ്ഗ്. അപ്പോൾ ഈ ഒരു വാല്യൂ കുറയും തോറും ഈ രണ്ട്, അതായത് ഒരു ഡസൻ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ ബേർഡ് 2.4 കിലോഗ്രാം ഫീഡ് കഴിച്ചിരിക്കുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ കഴിക്കുന്ന ഫീഡിൻ്റെ എമൗണ്ട് കുറയും തോറും, ദാറ്റ് മീൻസ് ദ ഫീഡ് എഫിഷ്യൻസിൻ്റെ വാല്യൂ കുറയും തോറും നല്ല ബെറ്റർ എഫിഷ്യൻ്റ് ആണ്, മോർ എഫിഷ്യൻ്റ് ആണെന്നാണ് അത് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ 2.4 പകരം 2 കിലോ ആണെങ്കിൽ 2 കിലോ ഫീഡ് കഴിച്ചപ്പോൾ 12 എഗ്ഗ് കിട്ടിയെന്നല്ല എൻ്റെ അർത്ഥം.
സോ ദാറ്റ് മീൻസ് എത്ര കുറയുന്നു അത്രയും ഈ FCR എത്രത്തോളം കുറയുന്നു അത്രത്തോളം ഡെത്ത് എഫിഷ്യൻ്റ് ആണ് ആ ബേർഡ് എന്നാണ് അത് അർത്ഥാക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ഹെൻ ഡേ പ്രൊഡക്ഷൻ ഓർ HDEP? നമ്മൾ യൂഷ്വലി ഇതിൻ്റെ ബേർഡ്സിൻ്റെ ഫ്ലോക്കിൻ്റെ ഒക്കെ ഒരു പ്രൊഡക്ഷൻ പറയാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ് ഹെൻ ഡേ എഗ് പ്രൊഡക്ഷനും ഹെൻ ഹൗസ് എഗ് പ്രൊഡക്ഷനും. ഇത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഹെൻ ഡേ എഗ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബേർഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ എഗ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് ലൈവ് ഹെൻസ്. അതായത് നമ്മൾ ഹൗസ് ചെയ്യുമ്പോൾ നമ്മളൊരു ബേർഡിൻ്റെ ഒരു ലെയർ ഹൗസിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ആ ഒരു ലെയർ ഹൗസിൽ ഇനീഷ്യലി ഒരു പെർട്ടിക്കുലർ നമ്പർ ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ ഓരോ പ്രൊഡക്ഷൻ്റെ ഓരോ സ്റ്റേജിലും വെച്ചിട്ട് ചിലപ്പോൾ അത് മരണപ്പെട്ട് പോവാം, അല്ലെങ്കിൽ നമ്മൾ കള്ള് ചെയ്യാം. അപ്പം അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ലൈവായിട്ട് ഒരു പെർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ ഹൗസിൽ എത്രത്തോളം ബേർഡ് ലൈവായിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ ഹെൻ ഡേ എഗ് പ്രൊഡക്ഷനിൽ കൺസിഡർ ചെയ്യുന്നത്. സോ ദ ഇക്വേഷൻ ഇസ് ടോട്ടൽ എഗ് പ്രൊഡ്യൂസ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് ലൈവ് ഹെൻസ് ഇൻറ്റു 100. സോ ഇവിടെ നമ്മൾ മോർട്ടാലിറ്റിയും കള്ളിങ്ങും ഒക്കെ മൈൻഡ് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു മെഷറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് റിയലിസ്റ്റിക് എന്ന് പറയാൻ കാരണം, അപ്പോൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് അല്ലാത്തൊരു വാല്യൂ ഉണ്ടാവുമല്ലോ. ദാറ്റ് ഈസ് അവർ ഹെൻ ഹൗസ് എഗ് പ്രൊഡക്ഷൻ. അതിൽ നമ്മൾ മോർട്ടാലിറ്റി ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. സോ ഇവിടുത്തെ നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. ഹെൻ ഡേ എഗ് പ്രൊഡക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ്? ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഇവിടെ ഓപ്ഷൻ എ വരുന്നത് ഇനീഷ്യൽ നമ്പർ ഓഫ് ഹെൻസ് അല്ലേ, തുടങ്ങുന്ന സമയത്ത് ആ ഒരു ഹൗസിൽ ഉണ്ടായിരുന്ന ഹെൻസ് എത്രയാണെന്നാണ് ആദ്യത്തെ ഓപ്ഷൻ വരുന്നത്. ദാറ്റ് ഈസ് എ ഹെൻ ഹൗസ് എഗ് പ്രൊഡക്ഷൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹെൻ ഹൗസ്ഡ് എഗ് പ്രൊഡക്ഷൻ ഏത് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മളിപ്പം ഡിസ്കസ് ചെയ്തു ടോട്ടൽ എഗ് പ്രൊഡ്യൂസ്ഡ് ഡിവൈഡ് ബൈ ഇനീഷ്യൽ ഹെൻ ഹൗസ്ഡ്. അപ്പോൾ ഈ ടേം ഒക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാം. അങ്ങനെ യാതൊരു കൺഫ്യൂഷനും വേണ്ട. കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് രണ്ട് ടേംസിൽ തന്നെ ഉണ്ട്. ഹെൻ ഡേ എഗ് പ്രൊഡക്ഷൻ. ഡേ എന്ന് പറയുമ്പോൾ ഏതോ ഒരു ഡേയിൽ നമ്മൾ നോക്കണം. അപ്പോൾ ആ ഒരു ഡേയിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഉള്ളത് അല്ലേ, മോർട്ടാലിറ്റി കഴിഞ്ഞ് കള്ളിങ്ങൊക്കെ കഴിഞ്ഞ് അവിടെ ഉള്ള ആ ഫാമിലുള്ള ബേർഡ്സിൻ്റെ എണ്ണം. അപ്പോൾ ഹെൻ ഹൗസ്ഡ് എന്ന് പറഞ്ഞാൽ ആ ബേർഡിനെ അവിടെ ഹൗസ് ചെയ്തിട്ടുണ്ട്, ആദ്യമേ ഹൗസ് ചെയ്തിട്ടുള്ള ബേർഡ്സിൻ്റെ എണ്ണം. അപ്പോൾ ഹെൻ ഹൗസ്ഡിൽ ഹെൻ ഹൗസ് എഗ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പാരാമീറ്റർ ഓർ HHEP എന്ന് പറയുന്ന പാരാമീറ്ററിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല? മോർട്ടാലിറ്റിയോ കള്ളിങ്ങോ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഹെൻ ഡേയുടെ കേസിലാണെങ്കിൽ നമ്മൾ മോർട്ടാലിറ്റിയോ ഇതൊക്കെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതൊരു കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡെയിലി പ്രൊഡക്ടിവിറ്റിയുടെ ഒരു മെഷറാണ്. കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ്. ഹെൻ ഹൗസ്ഡ് കുറച്ചും കൂടെ ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഏകദേശം എത്ര പ്രൊഡ്യൂസ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദേ ആർ നോട്ട് കൺസിഡറിങ് മോർട്ടാലിറ്റി ഇൻ HHEP. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മെയിൻ ഹോർമോണൽ കോൺസിക്വൻസ് ഓഫ് ക്രോണിക് ഹീറ്റ് സ്ട്രെസ് ഇൻ പൗൾട്രി എഫക്റ്റ് ഇമ്മ്യൂൺ റെസിസ്റ്റൻസ്? അപ്പോൾ താഴെ പറയുന്നതിൽ ഏത് ഹോർമോണാണ് ഹീറ്റ് സ്ട്രെസ്സിൻ്റെ സമയത്ത് വല്ലാതെ കൂടുകയും അതുപോലെ തന്നെ അത് ഇമ്മ്യൂണിറ്റീനെ ബാധിക്കുകയും ചെയ്യുന്നത്? സോ ആൻസർ ഇസ് എലവേറ്റഡ് കോർട്ടിക്കോസ്റ്റീറോയിഡ് ലെവൽസ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഈ കോർട്ടിക്കോസ്റ്റീറോയിഡ് ഹോർമോൺസ് സ്ട്രെസ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോൺസാണ്. സ്ട്രെസ് ഹോർമോൺ എന്നാണ് ഇതിൻ്റെ വേറൊരു പേര് തന്നെ. അപ്പോൾ ഈ ഹോർമോൺസിൻ്റെ ലെവൽസ് കൂടുമ്പോൾ ഹീറ്റ് സ്ട്രെസ് അല്ലേ, അപ്പോൾ ആ സമയത്ത് ഈ ഹോർമോൺസ് കൂടും. അതുപോലെ തന്നെ ഇവർക്ക് ഇമ്മ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് ഉള്ളത്. ഇമ്മ്യൂണോ സപ്രസീവ് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുക. അപ്പോൾ ആൻസർ വരുന്നത് എലവേറ്റഡ് കോർട്ടിക്കോസ്റ്റീറോയിഡ് ലെവൽസ് ആണ്. സോ ദേ ഹാവ് ഇമ്മ്യൂണോ സപ്രസീവ് എഫക്റ്റ്. ഈ ഇമ്മ്യൂണോ സപ്രസീവ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും അവർ ഇങ്ങനെ ഒരു ഹീറ്റ് സ്ട്രെസ് വരുന്ന സമയത്തൊക്കെ വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ലിംഫോലൈസിസും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ബേർഡ്സിൻ്റെ ശരീരത്തിലെ ലിംഫോസൈറ്റ് കൗണ്ട് കുറയുക എന്നുള്ളതൊക്കെയാണ്. കാരണം നമുക്കറിയാം ലിംഫോസൈറ്റ് ഒക്കെയാണ് മെയിനായിട്ട് അവരുടെ ഇമ്മ്യൂൺ സെൽസ് അല്ലേ, ഇമ്മ്യൂണിറ്റി ബാലൻസ് ചെയ്ത് ഈ കോർട്ടിക്കോസ്റ്റീറോയിഡ് കൂടി കഴിയുന്നത്. അത് റിലീസ് ചെയ്യുന്നത് അഡ്രിനൽ കോർട്ടക്സിൽ നിന്നുമാണ്. കോർട്ടക്സിൽ നിന്നും റിലീസ് ചെയ്യുന്ന സ്റ്റിറോയിഡ്സ് കോർട്ടിക്കൽ ഹോർമോൺസ് ഓഫ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയാറുണ്ട്. സോ ആ ഒരു സമയത്ത്
കൂടുതൽ. അപ്പോൾ ഹീറ്റ് സ്ട്രെസ് വരുന്ന സമയത്ത് ബേർഡ്സ് എപ്പോഴും കൂടുതൽ അസുഖങ്ങൾക്കൊക്കെ സസെപ്റ്റബിൾ ആവുകയാണ് ചെയ്യുന്നത്. കാരണം അവർ ഇമ്മ്യൂണോ സപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ സമ്മറിലൊക്കെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു സമ്മർ മാനേജ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പല അസുഖങ്ങളും ഇമ്മ്യൂണോ സപ്രസീവ്, അതുപോലെ തന്നെ ആ സമയത്ത് വാക്സിൻ ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ കറക്റ്റ് ഫോർമുല ടു കാൽക്കുലേറ്റ് ആവറേജ് എഗ് മാസ് ഇൻ ലേയിങ് ഹെൻസ്? അപ്പോൾ ലേയിങ് ഹെൻസിൽ നമ്മൾ അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് എഗ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ എഗ് മാസ് എന്ന് പറയുന്ന ടേം, അതായത് എഗ് മാസ് എന്ന് പറയുന്ന പാരാമീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് താഴെ പറയുന്നത് ഏത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്? സോ ദ ആൻസർ ഇസ് HDEP ഇൻറ്റു ആവറേജ് എഗ് വെയിറ്റ്. ആ ഒരു പീരീഡിൽ ഉണ്ടായിട്ടുള്ള ലേ ചെയ്തിട്ടുള്ള എഗ്ഗിൻ്റെയൊക്കെ ആവറേജ് വെയിറ്റ് ഇൻ ഗ്രാംസ് ഇൻറ്റു ഹെൻ്റെ എഗ് പ്രൊഡക്ഷൻ. അത് ഹെൻ്റെ എഗ് പ്രൊഡക്ഷൻ നമുക്ക് രണ്ട് രീതി പറയാം, എഗ്ഗിൻ്റെ ടേംസിലും പറയാം, പെർസെൻറ്റേജ് ആയിട്ടും പറയാം. സോ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്, HDEP ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ഇൻറ്റു ആവറേജ് എഗ് വെയിറ്റ് ഇൻ ഗ്രാംസ്. ഇതാണ് ആവറേജ് എഗ് മാസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ HDEP ഒരു നല്ല ഫാമൊക്കെ ആണെങ്കിൽ മോർ ദാൻ 80%, 85% ഒക്കെ നമുക്ക് HDEP കിട്ടാറുണ്ട്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. സോ ഈ ഒരു വാല്യൂവിൽ ഹെൻ ഡേ എഗ് പ്രൊഡക്ഷൻ ഇൻറ്റു ആവറേജ് എഗ് വെയിറ്റ് ആണ് നമ്മൾ പറഞ്ഞു. സോ ദാറ്റ് റിഫ്ലക്ട് എത്ര ഹൗ മച്ച് എഗ് ഇസ് പ്രൊഡ്യൂസ്ഡ് പെർ ഹെൻ പെർ ഡേ അക്കൗണ്ടിങ് ഫോർ ബോത്ത് പ്രൊഡക്ഷൻ റേറ്റ് ആൻഡ് എഗ് സൈസ് അല്ലേ. ഇവിടെ നമ്മൾ എഗ്ഗിൻ്റെ വെയിറ്റും കൺസിഡർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ റേറ്റും കൺസിഡർ. അപ്പോൾ പ്രൊഡക്ഷനും എഗ്ഗിൻ്റെ വെയിറ്റും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ടേമാണ് എഗ് മാസ് എന്നുള്ളത്. സോ അതൊരു നല്ല ഇൻഡിക്കേറ്ററാണ്, ഒരു പ്രൊഡക്ഷൻ പാരാമീറ്ററാണ്. ലേയിങ് പെർഫോമൻസ് കണ്ടുപിടിക്കാനായിട്ട്, ഒരു ബേർഡിൻ്റെ പെർഫോമൻസ് കണ്ടുപിടിക്കാനായിട്ട് നല്ലൊരു പാരാമീറ്ററാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെർഫോമൻസ് ട്രയൽസിലും അതുപോലെ തന്നെ ജനറ്റിക് ട്രയൽ സെലക്ഷനിലും ഒക്കെ കൂടുതലായിട്ട് ക്വാണ്ടിഫൈ ചെയ്യാറുള്ളൊരു ട്രയറ്റാണ് എഗ് മാസ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റിൻ്റെ സെക്കൻഡ് സെഷൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.